ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. KCC 15-ന്റെ 11-ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്ന വിഷയം സാമ്പത്തിക കാര്യങ്ങളിലെ നീതി നിർവഹണം എന്നതാണ്. നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു വിഷയം, സാമ്പത്തിക ബന്ധങ്ങളിലെ നീതി നിർവഹണം എന്നൊരു വിഷയം വേദപാഠ ക്ലാസ്സിൽ എടുക്കുന്നത് എന്നൊരു സംശയം വളരെ ന്യായമാണ്. പക്ഷേ നാം ഒന്നറിയണം, സാമൂഹിക നീതി എന്നത് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ്. സാമൂഹിക നീതിയെക്കുറിച്ച് ആധുനിക ലോകത്തിൽ ഏറ്റവും സുശക്തമായി സംസാരിക്കുന്ന ഒരു സഭ കത്തോലിക്ക സഭയാണ്. തീർച്ചയായും അതുകൊണ്ട് തന്നെ സഭയുടെ വേദപാഠത്തിന്റെ മുഖ്യ ധാരകളിൽ ഒന്നാണ് സാമൂഹിക നീതി. അതിലെ ഏറ്റവും പ്രധാനമായ ഒരു ടോപ്പിക്കാണ് സാമ്പത്തിക ബന്ധങ്ങളിലെ നീതി നിർവഹണം എന്ന്. എന്താണ് സാമ്പത്തിക ബന്ധങ്ങളിലെ നീതി നിർവഹണം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്? എല്ലാ ബന്ധങ്ങളിലും നീതി നിർവഹണം അനിവാര്യമാണ്. അതിൽ സുപ്രധാനമായ ഒരു തലം സാമ്പത്തിക മേഖലയിലെ ബന്ധങ്ങൾ. നീതി എന്നത് ഏറ്റവും കൂടുതൽ വളരെ കൃത്യമായി പരിപാലിക്കപ്പെടേണ്ടുന്ന ഒരു മേഖലയാണ് സാമ്പത്തിക മേഖല എന്ന് ചുരുക്കം. സാധാരണഗതിയിൽ ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈ മേഖലയിൽ കൊടുക്കൽ വാങ്ങലുകൾ സാധാരണമാണ്. പക്ഷെ അത് നീതിപൂർവകമായിരിക്കണം. അതോടൊപ്പം നീതിക്കപ്പുറത്തേക്ക് സ്നേഹത്തിന്റെ പ്രമാണം ഈ രംഗത്തിൽ ആത്യന്തികമായി വരണം, അത് ഭരിക്കണം. സാമ്പത്തിക രംഗത്തെ അടിസ്ഥാന പ്രമേയമായ ഉടമസ്ഥാവകാശവും അതിന്റെ പാലനവും അതിന്റെ സാധ്യമായ ലംഘനങ്ങളുമാണ് നാം ഇവിടെ പരിഗണിക്കുന്നത്. നമ്മൾ ഇവിടെ പഠിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, എന്താണ് ഉടമസ്ഥാവകാശം, എങ്ങനെയാണ് അത് പരിപാലിക്കപ്പെടുന്നത്? അതിന്റെ സാധ്യമായ എന്നുള്ളതല്ല, സംഭാവ്യമായ എന്നതാണ് ശരി. സംഭാവ്യമായ എല്ലാ ലംഘനങ്ങളെയും നമ്മൾ ഒതുക്കത്തിൽ നിന്ന് ഓടിച്ച് നോക്കുകയാണ്. ഉടമസ്ഥത എന്നാൽ എന്താണ്? ഇതാണ് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത്. ഭൗതിക മേഖലയിലെ അവകാശങ്ങൾ, കടമകൾ എന്നിവയെല്ലാം പ്രകടമാകുന്ന ഒരു തലമാണ് ഉടമസ്ഥത. ഉടമസ്ഥത എന്ന് പറയുമ്പോൾ അതിന് ഉടമയ്ക്ക് അതിന്റെ മേല് പരമാധികാരം ഉണ്ടായിരിക്കും, അബ്സോല്യൂട്ട് റൈറ്റ് ഉണ്ടായിരിക്കും. അയാൾക്ക് ആ വസ്തു ഉപയോഗിക്കാം, കൈവശം വെക്കാം, ഉപയോഗിച്ച് തീർക്കാം, പണയപ്പെടുത്താം, ഇനി വേണ്ട ഉപേക്ഷിച്ചേക്കാം, വേണമെങ്കിൽ വിൽക്കാം, വേറൊരാൾക്ക് വെറുതെ കൊടുക്കാം, അജ്ഞാധീനപ്പെടുത്താം, നശിപ്പിച്ച് കളയാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ സാധാരണഗതിയിലുള്ള ഏതൊരു വസ്തുവിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ. ഇപ്പോ പിന്നെ ഒരു കഷ്ണം റൊട്ടി, നമുക്ക് വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട, ഒരു കഷ്ണം, ഒരു അപ്പത്തിന്റെ കഷ്ണം അയാൾക്ക് വേണമെങ്കിൽ തിന്നാം, വെറുതെ കയ്യിൽ വെക്കാം, കുറച്ച് ആയിട്ട് തിന്നാം. ഇനി ആ റൊട്ടി കൊടുത്തിട്ട് ഒരു എന്തെങ്കിലും ചെറിയൊരു സംഖ്യ മേടിക്കുകയാണെന്നിരിക്കട്ടെ, ഇനി വേണ്ട, എവിടെയെങ്കിലും ഉപേക്ഷിച്ചേക്കാം എന്ന് വിചാരിക്കാം, കൈവശപ്പെടുത്താം, വേറൊരാൾക്ക് ഉപേക്ഷിച്ചു കൊടുത്തേക്കാം, നശിപ്പിച്ചു കളയാം, എന്ത് വേണമെങ്കിലും ചെയ്യും. അബ്സല്യൂട്ട് റൈറ്റ് ഉണ്ടാകുമ്പോൾ അതിന്റെ പേരാണ് ഉടമസ്ഥത, പരമമായ ഉടമസ്ഥത. ഉടമസ്ഥതയും കൈവശം വെക്കലും തമ്മിലുള്ള വ്യത്യാസം. കൈവശം വെക്കൽ, പൊസഷൻ. ഉടമസ്ഥതയല്ല കൈവശം വെക്കല്. കൈവശം വെച്ചെന്ന് വിചാരിച്ചിട്ട് ഉടമസ്ഥത ഉണ്ടാകുന്നില്ല. ഉദാഹരണത്തിന് റോഡിന്റെ അരികത്ത് കുറച്ച് സ്ഥലമുണ്ട്, നല്ല കണ്ണായ സ്ഥലം, സർക്കാരിന്റെയാണ്. ഞാൻ അവിടെ ഒരു കുടില് കെട്ടി, ആദ്യം ഒരു ചെറിയൊരു തറ കെട്ടി, പിന്നെ ഒരു നല്ല കുടില് കെട്ടി, നല്ലൊരു ഇത് കെട്ടി, എന്നിട്ടൊരു പതിയെ കച്ചവടം ആരംഭിക്കുകയാണ്. 20 കൊല്ലമായിട്ട് ഞാൻ അവിടെ കച്ചവടക്കാരനാണ്, അല്ലെങ്കിൽ 10 കൊല്ലമായിട്ട് കച്ചവടക്കാരനാണ്, നല്ല കച്ചവടമുണ്ട്. ഒരു ദിവസം രാവിലെ സർക്കാർ വന്നിട്ട് അത് പൊളിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു അവകാശമില്ല ഇതിനകത്ത് പറയാൻ. കാരണം എന്താണ്? ഞാൻ കൈവശം വെച്ചു വന്നതുകൊണ്ട് ഉടമയാകുന്നില്ല. ഉടമയ്ക്ക് കൈവശം വെക്കാം, പക്ഷെ കൈവശക്കാരന് ഉടമസ്ഥാവകാശം കിട്ടുകയില്ല. മോഷ്ടിച്ചതോ കളഞ്ഞു കിട്ടിയതായ ഒരു വസ്തു കൈവശമുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരാള് ഒരു വാച്ച് മോഷ്ടിച്ചു, എന്നിട്ട് അയാൾ 20 കൊല്ലമായിട്ട് അത്, അല്ലെങ്കിൽ 30 കൊല്ലമായിട്ട് അത് കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. അയാളുടെ ആരുടെയാണോ നഷ്ടപ്പെട്ടു പോയത്, അയാൾ അത് കണ്ടെത്തുകയാണ്.
അല്ലെങ്കിൽ അയാളുടെ മകൻ അത് കണ്ടെത്തുക, എൻ്റെ അപ്പൻ്റെതാണിത്. പക്ഷെ അയാൾ പറയുന്നു, മറ്റേ അടുത്തവൻ പറയുന്നു, ഞാൻ 30 കൊല്ലമായിട്ട് കയ്യിൽ കെട്ടുന്നത്. ഒരു രക്ഷയില്ല. കാരണം ഒരിക്കലും അത് കാലഹരണപ്പെടുന്നില്ല. ഉടമസ്ഥാവകാശം അത് ഇല്ലാതെയാകുന്നില്ല. വസ്തു കളഞ്ഞുപോയ ഉടമയ്ക്ക് തന്നെയാണ് വസ്തുവിന്റെ മേലുള്ള എല്ലാ അവകാശങ്ങളും എല്ലാ കാലത്തും. കളഞ്ഞുപോയ ഒരു വസ്തുവിനെ സംബന്ധിച്ച് ഇനി വസ്തുക്കൾ മാത്രമേ ഉടമസ്ഥതയുടെ പരിധിയിൽ വരുന്നുള്ളൂ. അതായത് വ്യക്തികളെ ആർക്കും ഒരിക്കലും സ്വന്തം ഉടമസ്ഥതയ്ക്ക് കീഴിലാക്കാനാവില്ല. അങ്ങനെയാണ് സ്ലേവറി എന്ന് പറയുന്നത് തെറ്റാകുന്നത്. മനുഷ്യന് അപരിമേയമായ ഒരു മഹത്വമുണ്ട്, പേഴ്സണൽ ഡിഗ്നിറ്റി ഉണ്ട്, വ്യക്തിപരമായ മഹത്വമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ വാങ്ങൽ വിൽക്കലുകൾക്ക് അതീതനാണ്. അവൻ ചരക്കല്ല, ഉപഭോഗ വസ്തുവല്ല. അവൻ എപ്പോഴും മനുഷ്യൻ തന്നെയാണ്. അതിൽ നിന്ന് ഏറിയോ കുറഞ്ഞോ ആകാൻ അവന് സാധിക്കും. അതുപോലെ തന്നെ മാതാപിതാക്കന്മാർക്ക് ഉണ്ടായതാണ് മക്കൾ, പക്ഷെ ഉടമസ്ഥരല്ല. ഗാർഡിയൻസ് ആൻഡ് സ്റ്റ്യൂവാർഡ്സ് ആണ്. ഗാർഡിയൻ ആരാണ് എന്നാണ് ചോദിക്കുന്നത്, അല്ലെ? സാധാരണഗതിയിൽ ഗാർഡിയന്റെ പേരും മേൽവിലാസവും പാരന്റിന്റെ പേരും മേൽവിലാസവും എന്നൊക്കെയാ. ഓണറിന്റെ എന്ന് ഒരിക്കലും കാണാറില്ല. ഇതിന്റെ കാരണം എന്താ വെച്ചാൽ, ഉണ്ടായത് ആ വീട്ടിലാണ്, വളർത്തിയത് അവരാണ്, പക്ഷെ അവർക്ക് ഒരിക്കലും ഓണർഷിപ്പ് ഇല്ല. അതുകൊണ്ട് തന്നെ മക്കളുടെ വ്യക്തിപരമായ, അവർ വളർന്നു കഴിയുമ്പോൾ യുക്തിക്ക് അധിഷ്ഠിതമായ വ്യക്തിപരമായ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. അവർക്ക് ലീഗൽ റൈറ്റ് ഉണ്ട് തീരുമാനമെടുക്കാൻ. പക്ഷെ അതെപ്പോഴും മാതാപിതാക്കളുമായി കൂടിയാലോചിച്ച് വിധേയപ്പെട്ട് കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കണം എന്ന് മാത്രം. ഇനി വിവിധ തരം ഉടമസ്ഥതകളെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന്, പൂർണ്ണ ഉടമസ്ഥത, അബ്സല്യൂട്ട് റൈറ്റ്. രണ്ടാമത്തേത് അപൂർണ ഉടമസ്ഥത, പൂർണ്ണമായ ഉടമസ്ഥത ഇല്ലാത്ത അവസ്ഥ. ഉടമസ്ഥത പൂർണ്ണമാണെങ്കിൽ വസ്തുവിന്റെ മേലും അതിന്റെ ഉപയോഗത്തിലും പൂർണ്ണ അധികാരം ഉടമയ്ക്കും. ഉദാഹരണത്തിന്, പണം കൊടുത്ത് ഒരു സ്ഥലം വാങ്ങി ആധാരം ചെയ്ത് രജിസ്റ്റർ ചെയ്ത് തണ്ടപ്പേര് അഥവാ ടാക്സ് അടച്ച് അതിന്റെ പൊസഷൻ സർട്ടിഫിക്കറ്റും എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് എനിക്ക് ഉള്ളതാണ്, യാതൊരു സംശയവും വേണ്ട. എന്നാൽ അപൂർണ ഉടമസ്ഥതയിൽ ഉടമയ്ക്ക് വസ്തുവിന്റെ മേലോ അല്ലെങ്കിൽ അതിന്റെ ഉപയോഗത്തിലോ ആയിരിക്കും അവകാശം. ഉദാഹരണത്തിന്, അപൂർണ ഉടമസ്ഥത വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വീട്. ഞാനൊരു വീട് വാടകയ്ക്ക് എടുത്ത് അതിനകത്താണ് താമസിക്കുന്നതെന്ന് ഇരിക്കട്ടെ, എനിക്കത് പൊളിക്കാനൊന്നും അവകാശമില്ല. ആദ്യത്തെ കേസിൽ ഞാൻ ആ വസ്തു വിലയ്ക്ക് വാങ്ങിയതാണെങ്കിൽ എനിക്ക് പൊളിക്കാനോ ഓൾട്ടർ ചെയ്യാനോ ഇടിച്ചു നിർത്താനോ ഇനി അതിന്റെ മുകളിൽ രണ്ടാമതൊരു നില പറയാനോ എന്തിനു വേണമെങ്കിലും അവകാശമുണ്ട്. പക്ഷെ ഈ റെന്റിന് ഞാൻ വാങ്ങിയതാണെങ്കിൽ ആസ് ഈസ് വേർ ഈസ് കണ്ടീഷനില്ല. എങ്ങനെയാണോ ഞാൻ വാങ്ങിയത്, എപ്രകാരമാണോ ഞാൻ വാങ്ങിയത്, അതുപോലെ എനിക്ക് ഉപയോഗിക്കാൻ മാത്രമേ അവകാശമുള്ളൂ. അത് ആൾട്ടർ ചെയ്യാനോ അത് ഇടിച്ചു നിർത്താനോ അതിന്റെ ജനലിളക്കി വിൽക്കാനോ ഒന്നും എനിക്ക് അവകാശമില്ല. ഇനി മറ്റൊരു തരത്തിലുള്ള ഉടമസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വകാര്യ ഉടമസ്ഥത. ഉദാഹരണത്തിന്, ഒരു വ്യക്തിയുടെയോ ഒരു ഗണം വ്യക്തികളുടെയോ ഉടമസ്ഥതയാണ് സ്വകാര്യ ഉടമസ്ഥത. ഉദാഹരണത്തിന്, പിന്നെ ഒരു വണ്ടി അത് രജിസ്റ്റർ ചെയ്ത ആളുടെ ഉടമസ്ഥതയിലുള്ള, നമുക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും, പേന, കടലാസ്, അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും വ്യക്തികളുടേതാണ്. എന്നാൽ പൊതു ഉടമസ്ഥതയിലുള്ളതുണ്ട്. അത് രാജ്യത്തിന്റെയോ സമൂഹത്തിന്റെയോ ഉടമസ്ഥതയിലുള്ളത്. റോഡ്, പാലം, സംരക്ഷിത വനം, അണക്കെട്ടുകൾ തുടങ്ങിയവ പൊതു ഉടമസ്ഥതയിലുള്ളത്. അതൊക്കെ നമ്മുടേതാണെന്ന് പറയാനുള്ളത് അത് എന്റേതാണ്. നമ്മുടെയാണ് വനം, നമ്മുടെയാണ് റോഡ്, നമ്മുടേതാണ് പാലം. പക്ഷെ എന്റേതല്ല റോഡ്, എന്റേതല്ല പാലം. ഇവിടെയാണ് സംരക്ഷിത വനങ്ങളിൽ നിന്ന് മരം മുറിച്ച് കടത്തുന്നത് കുറ്റകരമാകുന്നത്. എന്റേതല്ലാത്തതാണ് ഞാൻ കയറിയത്, നമ്മുടേതാണ് പക്ഷെ എന്റേത്. ഇനി ആർക്കും ഉടമസ്ഥാവകാശം ഇല്ലാത്ത സംഗതിയുണ്ട്. വനമൊക്കെ സർക്കാരിന്റെ എങ്കിലുമാണ്, പക്ഷെ സർക്കാരിന് പോലും ഒരു ഉടമസ്ഥാവകാശം ഇല്ലാത്ത സാധനമുണ്ട്. സൂര്യപ്രകാശം, വായു, കടൽ ജലം തുടങ്ങിയവ ആർക്കും ഉപയോഗിക്കാവുന്നതാണ്. അവ സാർവത്രികമാണ്. അതായത് അവയുടെ മേൽ ആർക്കും ഉടമസ്ഥാവകാശം ഇല്ല. പ്രപഞ്ചത്തിലെ അത്തരം ഘടകങ്ങളുടെ മേൽ ആർക്കും അധികാരമില്ല. അടുത്തത് സ്വന്തം ഉടമസ്ഥതയിലുള്ളതാ, പക്ഷെ പൂർണ്ണമായ അവകാശം ഇല്ലാത്ത കുറെ സാധനങ്ങളുണ്ട്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞു ഉടമസ്ഥതയിലുള്ളതിനൊക്കെ അവകാശമുണ്ട്. ഇപ്പൊ ദാണ്ട വരുന്നു വേറൊരു സൈസ്. സ്വന്തം ജീവൻ, ശരീരം, അവയവങ്ങൾ, കഴിവുകൾ തുടങ്ങിയവ വ്യക്തിയുടെ ഉടമസ്ഥാവകാശത്തിലുള്ളതാണ്. പക്ഷെ അവയുടെ മേൽ അയാൾക്ക് മൗലികമായ ഉടമസ്ഥാവകാശമില്ല. മൗലികമായ
ഉടമസ്ഥാവകാശം, അടിസ്ഥാനപരമായ ഉടമസ്ഥാവകാശം ഇല്ല. അവയുടെ കാര്യസ്ഥൻ എന്ന നിലയിലുള്ള ഉടമസ്ഥതയും. ഇപ്പൊ എന്റെ സ്വന്തം കണ്ണ്, യാതൊരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ആർക്കും അവകാശമില്ല എന്റെ കണ്ണുമ്പിൽ. എനിക്ക് കുത്തി പൊട്ടിക്കാനുള്ള അവകാശം ഉണ്ടോ? നടത്തുകയല്ല, എന്നാലും ചോദിക്കുക, ഇല്ല. കാരണം എനിക്ക് അതിനുള്ളത് കാര്യസ്ഥൻ എന്ന നിലയിലുള്ളതാണ്. എന്റെ കണ്ണിനെ പരിപാലിക്കാനാണ് എനിക്കുള്ള ഉടമസ്ഥത. അതിനകത്ത് വല്ല ചീമ്പയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൺജക്ടിവിറ്റീസോ ഒക്കെ വരികയാണെങ്കിൽ ഉടനെ തന്നെ മരുന്നൊക്കെ ഒഴിച്ച് നല്ല കണ്ടീഷനാക്കി വെക്കുക. ഇനി ശരീരം എന്ന് പറയുന്നത് എന്റേതാണ്, ജീവൻ എന്ന് പറയുന്നത് എന്റേതാണ്. പക്ഷേ അതെനിക്ക് തോന്നുമ്പടി ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഈ ആത്മഹത്യ കുറ്റകരമാകുന്നത്. ആത്മഹത്യ കുറ്റകരമല്ലാത്ത പല രാജ്യങ്ങളുമുണ്ട്. അവയൊക്കെ ഈ അടിസ്ഥാനപരമായ സ്റ്റുവാർഡ്ഷിപ്പിന് പകരം ഓണർഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് വരുന്നത് കൊണ്ട് അത് തെറ്റാണ്. ധാർമ്മികമായി ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സംഗതിയാണ് ആത്മഹത്യ, ദയാവധം മുതലായവ അംഗീകരിക്കുന്ന ഒരു മനോഭാവം. ജീവനെതിരെയുള്ള 6 നിഷേധങ്ങളിലെ 3 ജീവൻ ആരംഭിക്കുന്നിടത്തും 3 അവസാനിക്കുന്നിടത്തുമാണ് എന്ന് പറയാറ്. ഗർഭഛിദ്രം, ഗർഭനിരോധനം, വന്ധ്യംകരണം എന്നിവ ജീവൻ ആരംഭിക്കുന്നിടത്താണ്. ദയാവധം, കൊലപാതകം, ആത്മഹത്യ എന്നിവ ജീവൻ അവസാനിപ്പിക്കുന്ന മുതിർന്ന ആളുകളുടെ. ഇവിടെ ദയാവധവും കാരുണ്യവധവും ആത്മഹത്യയും ഒരുപോലെ തന്നെ ജീവന്റെ ഉടമസ്ഥതയെ അബ്സല്യൂട്ട് ആയിട്ട് കണക്കാക്കുന്നു. അതായത് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ എനിക്ക് ചെയ്യാം. അവരെന്റെ ജീവൻ എന്റെ സ്വന്തമാണെന്ന് പറയുമ്പോൾ അത് കൊലപാതകമായി വരുന്നു. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ കൈകാര്യം ചെയ്യാമെന്ന് വരുന്നു. എന്റെ ജീവൻ എന്റേതാണെന്ന് ഞാൻ സങ്കല്പിക്കുമ്പോൾ അത് ദയാവധമോ ആത്മഹത്യയായി വരും. വേദനിക്കുന്നവന്റെ ജീവൻ എടുക്കാൻ എനിക്ക് അവകാശമുണ്ട് എന്ന് ആര് പറഞ്ഞാലും അത് അയാൾ അതിന്റെ കാര്യസ്ഥൻ എന്നതിനേക്കാൾ ഒരു ഉടമയായി വരുന്നു. ഡോക്ടർമാര് ഒരു ദയാവധത്തിന് വിധേയനാകുന്ന ഒരാളെ സഹായിക്കുമ്പോൾ അയാളുടെ സ്റ്റുവാർഡ്ഷിപ്പിൽ നിന്ന് അയാൾ ഓണർഷിപ്പിലേക്കും അതിൽ നിന്നൊരു മർഡറർ, കൊലപാതകി എന്ന നിലയിലേക്കും അയാൾ തരം താഴുകയാണ്. അടുത്തത് ഉടമസ്ഥാവകാശത്തിലെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ. സ്ഥാവര ജംഗമ, സ്ഥാവരം സ്ഥിരമായി നിൽക്കുന്നത്, ജംഗമം ഇളകുന്ന മുതൽ. സ്ഥിരമായി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ വീട്, ഇളകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേശ, കസേര, അങ്ങനെയുള്ള സംഗതികളൊക്കെ. അതായത് അതിന് ഒരു വളരെ നല്ല ഒരു നിർവചനമുണ്ട്. ആ സംഗതിയുടെ ഇപ്പോഴുള്ള രൂപത്തെ നശിപ്പിക്കാതെ ഒരിടത്തേക്ക് മാറ്റാൻ പറ്റുകയില്ല എന്നുണ്ടെങ്കിൽ അത് സ്ഥാവരമാണ്. ഉദാഹരണത്തിന് ഒരു കുന്ന്, അത് ഇടിക്കാതെ അത് മാറ്റാൻ പറ്റുകയില്ല. അതുകൊണ്ട് അത് സ്ഥാവരമാണ്. അതേസമയം ജംഗമം, മേശ, കസേര, പണിയായുധങ്ങള്, അങ്ങനെയുള്ള സംഗതി, കട്ടില് എല്ലാം നമുക്ക് അതിന്റെ ഒരു സ്വഭാവം നശിക്കുന്നില്ല, അതിന്റെ ക്വാളിറ്റി ഒന്നും മാറുന്നില്ല. ഒരു റൂമിൽ നിന്ന് മറ്റേ റൂമിലേക്ക് മാറ്റിയത്. ഓക്കെ, അങ്ങനെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ എന്നിങ്ങനെ ഉടമസ്ഥാവകാശം 2 തരത്തിലുണ്ട് ചുരുക്കത്തില്. ഇനി ഉടമസ്ഥത ലഭിക്കുന്ന വിധങ്ങൾ. അത് ഒന്ന് കൈവശപ്പെടുത്തൽ അഥവാ ഓക്യുപ്പൻസി, രണ്ടാമത്തേത് കൂട്ടിച്ചേർക്കൽ അഥവാ അക്സഷൻ, മൂന്നാമത്തേത് കാലഹരണപ്പെടൽ അഥവാ പ്രിസ്ക്രിപ്ഷൻ, നാലാമത്തേത് ഉടമ്പടി അഥവാ കോൺട്രാക്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പ്രിസ്ക്രിപ്ഷൻ എന്നതിന് വ്യാപകമായ രീതിയിലുള്ള അർത്ഥങ്ങളുണ്ട്. അത് ഓരോ തലത്തിലും ഓരോ അർത്ഥങ്ങളാണ് വരിക. ഇപ്പോ ഒരു ഒരു കരയുടെ ഒരു റിവറിന്റെ കാര്യം പറയുമ്പോൾ ബാങ്ക് എന്ന് പറയുമ്പോൾ അത് കടലിന്റെ അതിന്റെ കരയായിട്ട് വരും. അതേസമയം അക്കൗണ്ടിങ്ങിന്റെ കാര്യത്തിൽ ബാങ്ക് എന്താണെന്ന് നമുക്കറിയാം. ഒരേ അർത്ഥം തന്നെ. അതുപോലെ പ്രിസ്ക്രിപ്ഷൻ എന്നത് ഡോക്ടർ എഴുതുന്ന കുറിപ്പടി അല്ല. ഇവിടെ കാലഹരണപ്പെടൽ എന്നുള്ള അർത്ഥത്തിലാണ്. നമുക്ക് അതിനെ വിശദമായിട്ട് പഠിക്കാം. ഒന്നാമത്തേത് കൈവശപ്പെടുത്തൽ, ഒക്യുപ്പൻസി. ആദ്യത്തെ നമ്മൾ ആബ്സല്യൂട്ട് ടൈറ്റിൽ എങ്ങനെയാ കിട്ടുന്നതെന്ന്. ഇത് ആബ്സല്യൂട്ട് ടൈറ്റിൽ അഥവാ മൗലികമായ ഉടമസ്ഥാവകാശം എങ്ങനെയാ കിട്ടുന്നതെന്നുള്ള ഇത്ര നേരം നമ്മൾ കണ്ടത് ഉടമസ്ഥാവകാശത്തിന്റെ വിവിധ രൂപങ്ങളുമാണ് നമ്മൾ കണ്ടത്. ഇനി ഉടമസ്ഥത ലഭിക്കുന്നതിൽ അതൊഴികെയുള്ള ബാക്കി കാര്യങ്ങളാണ് പറയുന്നത്. ഇത്രയും നേരം കണ്ടത് മനസ്സിലാക്കി. ഇനി നമുക്ക് ഇതിലേക്ക് പോകാം. ഒന്ന്, കളഞ്ഞു കിട്ടിയ വസ്തുക്കള്, ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കള്, നിധി. ഇങ്ങനെ നമുക്ക് കൈവശപ്പെടുത്തലിന്റെ പട്ടികയിൽ വരുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, ഒക്യുപ്പൻസിയിൽ കളഞ്ഞു കിട്ടിയ വസ്തുക്കള്, 2 ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കള്, 3 നിധി. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്.
ഈ 3 കാര്യങ്ങളിലും അയാൾ മുതൽ കൊടുത്തിട്ടല്ല ഇത് സ്വന്തമാക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ എല്ലാത്തിലും റെന്റിനാണെങ്കിലും വാടകയ്ക്ക് നമുക്ക് പിന്നെ പാർഷ്യൽ ഓണർഷിപ്പ് കിട്ടുന്നത് റെന്റിന് നമ്മൾ റെന്റ് കൊടുത്തിട്ടാണ്. നേരെ തിരിച്ച് നമ്മളൊരു വീട് വാങ്ങുന്ന സമയത്ത് ആബ്സൊല്യൂട്ട് ടൈറ്റിലാണ് കിട്ടിയിരിക്കുന്നത്, അതിന് പണം കൊടുത്തിട്ടാണ്. സംതിങ് ഇൻ റിട്ടേൺ വിത്ത് പ്രോക്വോ എന്ന ഒരു തത്വമുണ്ട് അതിന്. ഒരു പണം കൊടുത്തിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ പണമൊന്നും കൊടുത്തിട്ടില്ല. അഥവാ ഛേദമില്ലാതെ നഷ്ടമില്ലാതെ ലഭിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ. ഇതിന്റെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ. ഒന്ന് കൈവശപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല്, ഉടമസ്ഥരില്ലാത്ത വസ്തു കൈവശപ്പെടുത്തുന്നത് വഴി ആ ആൾക്ക് വസ്തുവിന്റെ മേൽ ഉടമസ്ഥത ലഭിക്കുന്ന രീതിയാണ്. ഉടമസ്ഥനില്ല എന്നല്ല അതിന്റെ അർത്ഥം, തൽക്കാലം ഉടമസ്ഥനെ കാണുന്നില്ല. ഉദാഹരണത്തിന് വഴി കിടക്കുന്ന ഒരു വാച്ച്, അയാൾക്ക് ഉടമസ്ഥനുണ്ട്, വാച്ച് റോഡിൽ പൊട്ടിമുളച്ചു, പക്ഷെ അപ്പോൾ കുറെ നാളായിട്ട് തന്നെ അവിടെ കിടക്കുന്നുണ്ട് അതിനകത്ത് കാനക്കകത്ത്. അത് അയാൾ നമ്മൾ എടുക്കുന്നു. സ്വാഭാവികമായും ഉടമസ്ഥനില്ലാത്ത വസ്തു ആദ്യം കൈവശപ്പെടുത്തുന്നവന് ഉടമസ്ഥത ലഭിക്കും. ആരുടേതും അല്ലാത്തത് ആരാണോ ആദ്യം കൈക്കലാക്കിയത് അയാൾക്ക് എന്നുള്ളതാണ് സ്വാഭാവിക നീതി. ഇനി കൈവശപ്പെടുത്തലിനെ സംബന്ധിക്കുന്ന ഇത്തിരി വിശദമായ കാര്യം. ഇതിന് വസ്തുവിന് ഉടമസ്ഥത ഇല്ല എന്നുള്ള ഉത്തമമായ ബോധ്യത്തോടു കൂടി ഇൻ ഗുഡ് ഫെയ്ത്ത് ഒരാൾ കൈവശപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ഒരു തരത്തിലുള്ള കൈവശപ്പെടുത്തൽ. അതായത് വഴിയരികി കിടക്കുന്നു, ഇതിന് വേറെ ഉടമസ്ഥനൊന്നുമില്ല, ഇതിപ്പോ ഒരാഴ്ചയായി കാണാം ഇവിടെ ഇതിലെ ആരെങ്കിലും വഴി നടന്നിട്ട്, അപ്പൊ ആരും അന്വേഷിച്ചു വരുന്നിട്ടുമില്ല, ഏതായാലും എടുത്തേക്കാം. രണ്ടാമത്തേത്, ഇതേ വാച്ച് അവിടെ കിടക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് ബോധ്യമായി ഇത് ഇന്നയാളുടേതാണ്, എനിക്കറിയാം ഇന്നയാളുടെയാണ്, അയാളെ ഇതിനെ വഴി നടക്കാറുള്ളൂ, ഒരാഴ്ചയായിട്ട് അയാൾ പനിച്ചു കിടപ്പാണ്, ഇതൊക്കെ അറിയാമായിട്ടും ഞാൻ അത് എടുക്കുന്നു. അത് അധമ വിശ്വാസത്തിലുള്ളതാണ്, അതിനൊരിക്കലും ഓണർഷിപ്പ് വരുന്നില്ല. മൂന്നാമത്തേത്, ഇത് രണ്ടിനെയും കൂടെ ഇടയ്ക്ക് വരുന്നതാണ്. അയാൾക്ക് മാത്രമല്ല വേറെ ആളുകൾക്കും ഇതുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ അയാളുടേതായിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തേത് അയാൾക്ക് കൈവശപ്പെടുക്കാം, രണ്ടാമത്തെ ബാഡ് ഫെയ്ത്തിലുള്ളതാണെന്നെങ്കിൽ മാലഫൈഡ് ആയിട്ടാണ് എങ്കിലും, ആദ്യത്തേത് ബോണഫൈഡ് ആണ്, ഉത്തമ വിശ്വാസത്തിലാണ്, രണ്ടാമത്തേത് അധമ വിശ്വാസത്തിലാണ്, മാലഫൈഡ് ആണ്, ബാഡ് ഫെയ്ത്തിലാണ്, മൂന്നാമത്തേത് ഡൂബിയസ്, സംശയകരമായ സംഗതിയാണ്. മൂന്നാമത്തേതിൽ അയാൾക്ക് കൈവശം വെക്കാമോ എന്നുള്ളത് അയാൾക്ക് ആരുടേതാണെന്ന മുതല് എന്നുള്ളത് സംബന്ധിച്ച് സംശയമുണ്ടോ ആ ആളുമായിട്ട് റെഫർ ചെയ്തതിനു ശേഷം അയാളുടെ അല്ലെങ്കിൽ കൈവശം വെക്കാം. ആദ്യത്തേതിൽ കൈവശം വെക്കാം, രണ്ടാമത്തേത് കൈവശം വെക്കാൻ സാധ്യമേ അല്ല, മൂന്നാമത്തേതിൽ ഒരു ആരുടേതാണ് സംഗതി എന്നുള്ളത് നമുക്ക് തോന്നുകയാണ്. അപ്പൊ എനിക്ക് തോന്നുകയാണ് എനിക്ക് വാച്ച് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മോതിരം കിട്ടിയിട്ടുണ്ട്, ആ മോതിരത്തിൽ ഇന്നയാളുടെ പേര് എഴുതിയിട്ടുണ്ട്, അതായത് ആ ആളുടെ ഭാര്യയുടെ പേര് മേരി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇന്നടത്തെ മത്തായിയുടെ ഭാര്യ മേരി ആയിരിക്കും. മത്തായിക്ക് അല്ലാതെ വേറെ നൂറുകണക്കിന് മേരിമാരെ കാണിച്ചു, പക്ഷെ മത്തായിയുടേതായിരിക്കാം, മത്തായി ഇതിലെ പോകുന്നതാണല്ലോ. മത്തായിയോട് ചോദിക്കുക ഇത് നിന്റെയാണോ? അല്ല, എന്റെ കയ്യിലുണ്ട്, കൈവശം വെക്കാം. അല്ല, മത്തായിയെ കാണിക്കാതിരിക്കാൻ വേറെ മേരിമാരുണ്ടല്ലോ എന്ന ന്യായം ഞാൻ പ്രയോഗിച്ചു കൂടാ, കാരണം എനിക്ക് മത്തായി അറിയാം, മത്തായിയുടെ ഭാര്യ മേരി. അതാണ് ഈ ഡൗട്ട്ഫുൾ ഫെയ്ത്തിന്റെ പ്രത്യേകത. ഇനി കൈവശപ്പെടുത്തലിന് ഉള്ള നിയമങ്ങളിൽ ഒന്ന്, വസ്തു സ്വകാര്യ ഉടമസ്ഥതയ്ക്ക് സാധ്യതയുള്ളതായിരിക്കണം. പൊതു ഉടമസ്ഥതയിലുള്ള വസ്തുക്കൾ കൈവശപ്പെടുത്താൻ അവകാശമില്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഒരു വളവിൽ ഒരു കുറച്ചേറെ സ്ഥലം ഉണ്ടെങ്കിൽ അതിനകത്ത് പെരവെക്കാൻ എനിക്ക് അവകാശമില്ല. കുറെ കാലമായി ഇവിടെ ഉണ്ട്, ആരും വന്ന് ചോദിക്കുന്നില്ല എന്നുള്ളതൊന്നും മിച്ചഭൂമിയെ സംബന്ധിച്ചിടത്തോളമോ സർക്കാർ ഭൂമിയെ സംബന്ധിച്ചിടത്തോളമോ ഒരിക്കലും ഒരു ന്യായമല്ല. ഇനി നേരെ തിരിച്ച് ഒരു കാര്യം കൂടിയുണ്ട്, സ്വകാര്യ ഉടമസ്ഥതയ്ക്ക് സാധ്യതയുള്ളതാണ് എങ്കിൽ പോലും ഇപ്പോൾ ഒരാൾ ഒരു പറമ്പ് ഇട്ടു, എന്നിട്ട് അയാളുടെ മക്കളെല്ലാവരും പുറത്താണ്, അല്ലെങ്കിൽ അയാൾ ഇവിടെ ഇല്ല, അയാൾ വേറെ സ്ഥലത്തൊക്കെയാണ് താമസിക്കുന്നത് ജോലി സംബന്ധമായിട്ട്, ആ വീടും പറമ്പും പറയിട്ട് അവിടെ കിടപ്പുണ്ട്, അതിനകത്ത് താമസിക്കാൻ പറ്റും? ഒരിക്കലും ഇല്ല. പൊതു ഉടമസ്ഥതയിലോ സ്വകാര്യ ഉടമസ്ഥതയിലോ ഉള്ള ഒന്നിലും ഉപയോഗിക്കാൻ സാധ്യമല്ല. പക്ഷെ കൈവശപ്പെടുത്തല് എന്ന് പറയുന്നത് ചെറിയ ജംഗമ സ്വത്തുക്കൾ, ഇളകുന്ന മുതലാണ് എന്നുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെതാണ് എങ്കിൽ ഒരിക്കലും കൈവശപ്പെടുത്താൻ പറ്റുകയില്ല. ഉദാഹരണത്തിന് നമുക്ക് അവിടെ പോകുന്ന വഴിക്ക് ഒരു
വിളക്ക് കാലുമേലെ ഒരു മനോഹരമായ വിളക്ക് അതിന്റെ സ്റ്റാൻഡിൽ കൂടെ കണ്ടു. വേറെ ആരും കാണുന്നൊന്നുമില്ല. എന്നാ പിന്നെ അത് എടുത്തേക്കാൻ പറ്റുകയില്ല. അത് കത്തുന്നുമില്ലല്ലോ, എടുക്കാൻ പറ്റുകയില്ല. കാരണം എന്താണ്? അത് സർക്കാരിൻ്റെത്. അടുത്തത്, കൈവശപ്പെടുത്തുന്ന വസ്തു യഥാർത്ഥത്തിൽ ഉടമസ്ഥൻ ഇല്ലാത്തതായിരിക്കണം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പറമ്പ് പെരടത്തിനകത്തുള്ള വിളവുകൾ കാര്യങ്ങളും ഒക്കെ യഥാർത്ഥത്തിൽ ഉടമസ്ഥൻ ഇല്ലാത്തനായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ ഉത്തമ വിശ്വാസം, അധമ വിശ്വാസം, സംശയകരമായ വിശ്വാസം. ഇതിനകത്തെ ഉത്തമ വിശ്വാസത്തിൽ തന്നെ ഇതിന് ഉടമസ്ഥൻ ഇല്ല എന്ന് തീർച്ചപ്പെടുത്തുമ്പോൾ അയാൾക്ക് ഈ ഈ കണ്ടുകിട്ടിയ ആൾക്ക് അത് എടുക്കാം. പക്ഷെ വസ്തുവിന് ഉടമയില്ല എന്ന് മനസ്സാക്ഷിയിൽ ബോധ്യം ഉണ്ടാകണം. നേരിയ സംശയമെങ്കിലും ഉണ്ടാകരുത്. ഉടമ ഉണ്ടെങ്കിൽ അത് അധമ വിശ്വാസമാണ്. സംശയമുണ്ടെങ്കിൽ അത് സംശയകരമായ വിശ്വാസമാണ്. നേരത്തെ നമ്മൾ വിശദീകരിച്ചത്. അടുത്തത്, ഇതൊരു കുറച്ച് നമുക്ക് സംശയം തോന്നുന്ന സംഗതിയാണ്. സ്വന്തമാക്കാനുള്ള ഉദ്ദേശം വേണം. ഈ ഉദ്ദേശമില്ലാതെ എടുത്താൽ വസ്തുവിന്റെ ഉടമസ്ഥനാകാൻ സാധിക്കുകയില്ല. സാധാരണഗതിയിൽ ഉടമസ്ഥനില്ലാത്ത വസ്തു എടുക്കുന്നയാൾക്ക് അത് സ്വന്തമാക്കാനുള്ള ഉദ്ദേശമുണ്ട് എന്ന് ഞാൻ അനുമാനിക്കേണ്ടത്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇതിന് ഉദാഹരണം പറയാൻ ഇത്ര ബുദ്ധിമുട്ടാണ്. ഞാനൊരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരിക, കുറെ സഞ്ചരിച്ചൊക്കെ പോയിട്ട് തിരിച്ചു വരിക. എൻ്റെ വസ്ത്രം കഴുകാൻ വേണ്ടി ഞാൻ ഒരു എവിടെ പോയത്, ഒരു മണൽത്തിട്ടയിലോ അല്ലെങ്കിൽ മലമ്പ്രദേശത്തോ എവിടെയെങ്കിലും പോയെന്ന് വിചാരിക്കുക. തിരിച്ചു വന്ന് ഞാൻ എൻ്റെ ഡ്രസ്സെല്ലാം കൂടെ ഡ്രൈ ക്ലീൻ ചെയ്യാൻ വേണ്ടി എൻ്റെ സുഹൃത്ത് എന്നെ അടുത്ത് കൊടുത്തു. എടാ, ഇതൊന്നും ഞാൻ കൊണ്ടുപോയി ഡ്രൈ ക്ലീൻ ചെയ്യിച്ചു തരണം. അവൻ കൊണ്ടുപോകുന്ന വഴിക്ക് അവൻ എന്നോട് അവന്റെ വീട്ടിൽ വെച്ചിട്ട് ഇത് റീപാക്ക് ചെയ്യും. അപ്പൊ അവിടെ എന്തോന്ന് കിലുങ്ങുന്നുണ്ട്. നോക്കി ഒന്ന് കുടഞ്ഞു നോക്കി, എന്തെന്നാ സാധനം. നോക്കുമ്പോ ഒരു ചെറിയ കല്ല്. ഇതിനകത്തൊരു കല്ലുണ്ട്. ഇവൻ ഈ കല്ലും കൊണ്ട് ഇത് ചെയ്തത്. അപ്പോ പാന്റിന്റെ ബാക്ക് പോക്കറ്റിലേക്ക് കല്ല് കാണും. അവനതടുത്ത് അവിടെ വെച്ചു. എന്നിട്ട് ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്തു. കുറച്ചു നാൾ കഴിഞ്ഞിട്ട് ഈ കല്ലും കൊണ്ട് അവനൊരു ഉരച്ചൊക്കെ നോക്കിയപ്പോ അത് സാധാരണ കല്ലിൽ നിർത്തുന്നു. നോക്കുമ്പോ അതൊരു ഡയമണ്ട്. തിരക്കടില്ല. ഉടനെ തന്നെ ഇത് ഞാൻ അറിഞ്ഞു. എൻ്റെ പാന്റിന്റെ പോക്കറ്റ് നിന്ന് കിട്ടിയത് കൊണ്ട് എന്റേതാണ് എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. കാരണം എന്താണ്? ഞാൻ എവിടെയോ ചെന്ന് കുത്തിയിരുന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ല് എൻ്റെ പാന്റിന്റെ പോക്കറ്റിനകത്തേക്ക് അറിയാതെ വന്നു. ഞാനത് എടുത്തത് അത് വൈരമാണെന്നോ അല്ലെങ്കിൽ ഒരു കല്ലാണെന്നോ ഉദ്ദേശത്തോടു കൂടിയല്ല എൻ്റെ കൂടെ പോകുന്നത്. അത് അറിയാതെ അതെങ്ങനെ കണ്ടു കിട്ടിയോ അവനുള്ളത്, ആർക്ക് കണ്ടു കിട്ടിയോ അവനുള്ളത്. അല്ലാതെ എൻ്റെ പാന്റിന്റെ പോക്കറ്റിൽ പോന്നു എന്ന കാരണത്താൽ അത് എൻ്റെതാകുന്നില്ല എന്ന് ചുരുക്കം. എനിക്കത് ക്ലെയിം ചെയ്യാൻ പറ്റിയല്ല. ലേറ്റർ ഡേറ്റിൽ ഞാൻ അറിയുന്നു അവൻ ആ കല്ല് 18 ലക്ഷം രൂപയ്ക്ക് വിറ്റു. അതെനിക്ക് തരണം എന്ന് പറഞ്ഞ് ബഹളം വെക്കാൻ എനിക്ക് ഒരു അധികാരവും ഇല്ല, അവകാശമില്ല. അടുത്തത്, കളഞ്ഞു കിട്ടിയ വസ്തുക്കൾ കയ്യിൽ നിന്ന് പോകുന്നതോടുകൂടെ ഉടമസ്ഥന്റെ അവകാശം നഷ്ടപ്പെടുന്നില്ല. അത് വളരെ ശ്രദ്ധിച്ചു നോക്കേണ്ടത്. ഉടമസ്ഥന് ഇപ്പൊ കയ്യിൽ നിന്ന് പോയി എന്നാ പിന്നെ പോയി എന്നുള്ളതല്ല. നഷ്ടപ്പെട്ടു പോയ ഒരു സാധനം എനിക്ക് കിട്ടി, അത് എവിടെയെങ്കിലും കണ്ടാൽ അതെടുത്ത് ഉടമയെ കണ്ടുപിടിച്ച് തിരികെ കൊടുക്കാൻ നീതിയുടെ കടമ എനിക്കില്ല. ഒരു സാധനം വഴി കിടക്കുന്നു, ഇതാരുടെയാ എന്ന് ചോദിച്ച് വഴി കൂടെ മുഴുവൻ കയറി നടക്കാനുള്ള കടമ എനിക്കില്ല. എന്നാൽ സ്നേഹത്തിന്റെ സ്നേഹത്തിനകത്ത് നീതി ഉൾപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സിൽ കണ്ടതിന്റെ അർത്ഥമില്ല. സ്നേഹത്തിന്റെ കടമയുണ്ട്. എനിക്ക് സാധ്യമായ വിധത്തിലൊക്കെ ആ ആളെ പരിശ്രമിച്ച് ആ ആളെ കണ്ടുപിടിക്കാൻ എന്റെ ക്രൈസ്തവ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നുണ്ട്. എന്നാൽ കേവലമായ രാജ്യനീതിയിൽ അതില്ല. ചിലപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഉടമയ്ക്ക് അത് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകും. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാല്, ഒരു വിസ അടിച്ച ഒരു പാസ്പോർട്ട് കാണുന്നു. അത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല, അവിടെ എത്തിക്കും. ആരുടെയാണെന്ന് എനിക്കറിഞ്ഞു. അത് നീതിയിൽ അത് ഓക്കെയാണ്, ലോസ്റ്റ് ആർട്ടിക്കിളാണ്. അത് ഞാനും പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു, സംഗതി തീർന്നു. പക്ഷേ സ്നേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അതിനകത്തെ ആ റെസിഡൻഷ്യൽ അഡ്രസ്സ് നോക്കിയിട്ട്
ചിലപ്പോൾ ഒരു 20 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരാളുടെ ആണെങ്കിൽ അവിടെ പോയിട്ട് ഇത് നിങ്ങളുടെ ആരുടെയെങ്കിലും പോയിട്ടുണ്ടോ എന്ന് ചോദിച്ച് ആ വീട്ടിലോട്ടൊന്ന് കയറി ചെന്നിട്ട് അത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷവും ആ സന്തോഷം കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ചാരിതാർത്ഥ്യവും എന്നത് ക്രിസ്തീയ സ്നേഹത്തിന്റെ മറ്റൊരു പ്രകാശം. അടുത്തത് ലോസ്റ്റ് ആർട്ടിക്കിൾസിൽ വസ്തു ഒരാൾ എടുക്കുകയാണെങ്കിൽ അത് വേണ്ട പോലെ സംരക്ഷിക്കാനും ന്യായമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ഉടമയെ കണ്ടുപിടിക്കാനും വസ്തു തിരികെ ഏൽപ്പിക്കാനും കടമയുണ്ട്. അത് വേണ്ട പോലെ സംരക്ഷിക്കണം. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു കോഴിയെ കിട്ടി, വഴിയിൽ കിടന്ന് ഒരു കോഴി, അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് തെണ്ടി തിരിഞ്ഞു വന്നു. കോഴിയല്ലേ, എന്നാ പിന്നെ ഇത് ആരുടെയെന്ന് അറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിന് വെള്ളവും പിന്നെ ധാന്യങ്ങളും കൊടുക്കാതെ അതിനെ പട്ടിണി ഇടാൻ പറ്റുകയില്ല. അതിന് അന്നേരം കുറച്ച് വെള്ളമാണെങ്കിൽ വെള്ളം, അല്ലെങ്കിൽ കോഴിത്തീറ്റയൊക്കെ കൊടുത്ത് അതിനെ പരിപാലിക്കണം. വസ്തുവിന്റെ മൂല്യം അനുസരിച്ച് ന്യായമായ രീതികളിൽ ഉടമയെ കണ്ടെത്താൻ ശ്രമിക്കണം. വസ്തുവിന്റെ മൂല്യം ഇവിടെ കോഴിയാണെന്നുണ്ടെങ്കിൽ അയലൊക്കെ അന്വേഷിച്ചാൽ മതി, ആ പഞ്ചായത്ത് മുഴുവൻ നോട്ടീസ് തോൽപ്പിക്കേണ്ട കാര്യമൊന്നും. ഇനി അല്ല, കോഴിയുടെ കാര്യം പോട്ടെ, കുറെ കൂടെ വിലപിടിപ്പുള്ള ഒരു സംഗതിയാണെങ്കിലോ, വളരെ വിലപിടിപ്പുള്ളതാണെങ്കിലോ നമ്മൾ സ്വാഭാവികമായിട്ടും അതിന് വേണ്ടുന്ന വിധത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തണം. സ്വന്തം കൈവശത്തിലായിരിക്കുമ്പോഴും വസ്തു സംരക്ഷിക്കാൻ ശ്രമിക്കണം. വസ്തു എന്താണോ അതിനെ എങ്ങനെ കിട്ടിയോ അങ്ങനെ സംരക്ഷിക്കാൻ, അതിന്റെ മൂല്യം നഷ്ടപ്പെടാതെ സംരക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തത്, കളഞ്ഞു കിട്ടിയ വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരാളെ വസ്തു ഏൽപ്പിക്കുകയാണെങ്കിൽ അതോടുകൂടി അയാളുടെ ഉത്തരവാദിത്വം അവസാനിക്കും. ന്യായമായും അത് മറ്റൊരാള് എന്ന് പറയുന്നയാള് അതിന്റെ അതോറിറ്റി ആയിരിക്കണം കേട്ടോ. അല്ലാതെ അയൽവക്കത്തുള്ളതിന് നമ്മുടെ കയ്യിലുള്ളത് തൊട്ടടുത്തുള്ള ആള് നീ കൊണ്ടുവയ്ക്കോ, എനിക്കറിഞ്ഞൂടാ, ഇത് എനിക്ക് കേൾക്കാൻ കഴിയല്ല എന്ന് പറയുന്നത് നീതിയുടെ പ്രവർത്തനമോ അല്ല, സ്നേഹത്തിന്റെ പ്രവർത്തനമല്ല. ഉദാഹരണത്തിന് പോലീസ് സ്റ്റേഷനിൽ നമ്മളൊരു മാല, ഒരു 3 പവനുള്ള ഒരു മാല കളഞ്ഞു കിട്ടി, അതവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോലീസുകാരത് വിട്ടിടിച്ചു എന്നൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല, അവരത് ചെയ്യൂല. പിന്നെ അതിന്റെ മുകളിൽ നമ്മൾ അവിടെ ചെയ്യുകയും ചെയ്യണ്ട. നമ്മളിത് കാര്യങ്ങൾ പറഞ്ഞ് ഏർപ്പാടാക്കി നീതിയുടെ പ്രവൃത്തിയായി. കളഞ്ഞു കിട്ടിയ വസ്തു സംരക്ഷിക്കുന്നതിന് ഉടമയെ കണ്ടുപിടിക്കുന്നതിന് എന്തെങ്കിലും ചെലവ് വന്നിട്ടുണ്ടെങ്കിൽ വസ്തു തിരികെ കൊടുക്കുമ്പോൾ ഉടമയിൽ നിന്ന് ഈടാക്കാം. ആടിനെ കിട്ടി, നമുക്ക് അങ്ങനെയൊക്കെയാണ് വളരെ എളുപ്പമുണ്ട് സംസാരിക്കാൻ. അതുകൊണ്ട് ആടിന്റെ തീറ്റയ്ക്ക് നമ്മളൊരു 50 രൂപയുടെ പ്ലാല മേടിച്ചു. 50 രൂപ പ്ലാലയ്ക്ക് വേണ്ടാന്ന് വിചാരിക്കാം, എന്നാലും ശരി മേടിച്ചു എന്ന് ഇരിക്കട്ടെ, മേടിച്ചു. അതുപോലെ തന്നെ അതിന് വേറെ എന്തൊക്കെയോ സംഗതികളൊക്കെ ചെയ്തു. അത് വളരെ ആവശ്യതയിലായിരുന്നു, ഡോക്ടറെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അതിന് ഒരു ഇഞ്ചക്ഷനും കാര്യങ്ങളും ഒക്കെ കൊടുത്തു, ഗ്ലൂക്കോസ് ഒക്കെ കലക്കി കൊടുത്തു. എല്ലാത്തിനോട് ഒരു 350 രൂപ ചെലവ്. ആടിന്റെ ആ ഉടമസ്ഥൻ വരുമ്പോൾ ആ 350 നമുക്ക് മേടിക്കാം, ഒരു സംശയമില്ല. ഇനി ഇതേ ആട് നമ്മളിങ്ങനെ പരിപാലിച്ചു, ഇന്നായി നാളെയായി മറ്റന്നാളായി ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഇതിങ്ങനെ ദിവസം നോക്കിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം ആടൊന്ന് പെറ്റു, 2 ആട്ടുകുഞ്ഞുങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞൊരു 3-4 മാസം കഴിയുമ്പോഴാണ് ഈ വ്യക്തി വരുന്നത്. അപ്പോഴത്തേക്ക് നമുക്കൊരു 750 രൂപ മാസം വെച്ചിട്ട് ഒരു 1000, അല്ല 3-4 മാസം ഒന്നും കഴിഞ്ഞില്ല എന്ന് വിചാരിക്കാം, എന്തായാലും നമുക്കൊരു 1500 രൂപ ചെലവുണ്ട്. അപ്പൊ നമ്മൾ പറയുകയാണ്, നിങ്ങളെ ആടല്ലേ, അതെ, എനിക്ക് 1500 രൂപ ചെലവുണ്ട്, ആയിക്കോട്ടെ ഞാൻ 2000 തന്നോളാം എന്ന് പറഞ്ഞാൽ അയാളെ സന്തോഷിച്ച് നമുക്ക് 2000 തരുന്നു. ഓക്കെ, എന്റെ കെച്ചെല്ലാം കൂടി കൂട്ടി. അപ്പൊ അയാൾ പറയുന്നു, നമ്മൾ പറയുന്നു, നിങ്ങളെ ആടിതാ, കുഞ്ഞെനിക്ക, കാരണം എന്റെ വീട്ടിൽ വെച്ചിട്ടാ കുഞ്ഞുണ്ടായി, പറ്റിയ രസം. അത് നീതിയല്ല. കാരണം എന്തെങ്കിലും ഫലം പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആബ്സല്യൂട്ട് റൈറ്റ് ആർക്കാണോ ആ ആൾക്കുള്ളത്. എന്റെ പറമ്പിൽ നിന്നിട്ടാണ് ആ ആട് പ്രസവിച്ചതും 2 ആട്ടുകുഞ്ഞുങ്ങളെ കിട്ടിയതും അതിനെ ഞാൻ നോക്കി എന്നുള്ളതൊന്നും എനിക്ക് അവകാശപ്പെട്ട സംഗതിയല്ല. കാരണം ഈ ആട് എന്റേതല്ല. ആട് എന്റേതല്ലാത്തതുകൊണ്ട് ഫലവും ആടിന്റെ ആട്ടുകുഞ്ഞുങ്ങളും എന്റേതല്ല എന്ന് ചുരുക്കം. അടുത്തത് ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കൾ. ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, സ്വമേധയാ ഒരാളൊന്ന് ഉപേക്ഷിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കൈവശപ്പെടുത്തുന്നയാൾക്ക് അവകാശപ്പെടുത്താം യാതൊരു സംഗതിയിൽ ആബ്സല്യൂട്ട് റൈറ്റ് കിട്ടും. ഉദാഹരണത്തിന് കൊയ്യാതെ ഉപേക്ഷിച്ച ധാന്യങ്ങൾ വേണ്ട, പോട്ടെ, അത് ആരെങ്കിലും കൊയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു അരക്കണ്ടം നെല്ല് അവിടെ ഇരിക്കും. ആദ്യം കറ്റ വെക്കുന്നവൻ അത് കിട്ടും, ആദ്യം പിന്നെ കറ്റ കൊയ്യുന്നവൻ അത് കിട്ടും. വീട്ടുപകരണങ്ങൾ, വസ്ത്രങ്ങൾ, അത് ഈ വസ്ത്രങ്ങളൊക്കെ ചെന്നിട്ട് ഈ പിന്നെ നമ്മുടെ ദേശത്ത് ഇല്ലാത്തതും എന്നാൽ യഥാർത്ഥത്തിൽ വേണ്ടതുമായ ഒന്നാണ് ക്ലോത്ത് ബാങ്ക്. എല്ലാ പള്ളികളിലും ക്ലോത്ത് ബാങ്ക് വേണം.
ചിലപ്പോൾ നമ്മുടെ പിള്ളേരുടെയൊക്കെ ചെറിയ പിള്ളേരുടെയൊക്കെ ഈ വസ്ത്രങ്ങളൊക്കെ പെട്ടെന്ന് സൂട്ടല്ലാണ്ടായിപ്പോകും. പിള്ളേർ വലുതാകുന്നതുകൊണ്ടാണ്. അപ്പൊ നല്ല ക്വാളിറ്റി വസ്ത്രമായിരിക്കും. അത് അവിടെ കൊണ്ടുപോയി ഇടുന്നു. അവിടെ കൊണ്ടുപോയി ഇടുമ്പോൾ ആർക്കാണോ ആദ്യം കിട്ടുന്നത് അവർക്ക് എടുത്തുകൊണ്ട് പോകും. വീട്ടുപകരണങ്ങൾ സാധാരണഗതിയിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ വീട്ടുപകരണങ്ങൾ അവര് റോഡിന്റെ ഡസ്റ്റ് ബിന്നിന്റെ അവിടെ കൊണ്ടുപോയി വെക്കും. ഐതർ വേറെ ആരും എടുത്തില്ലെങ്കിൽ അത് ആ ബിൻ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ബിന്നിന്റെ അകത്തുനിന്ന് വേസ്റ്റ് എടുക്കുന്ന ആൾക്കാർ അവ എടുത്തുകൊണ്ടു, അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും അതെടുക്കാം. ആദ്യ ഉടമസ്ഥ കൈവശപ്പെടുത്തുന്നവർക്ക് അത് സ്വന്തമാക്കാം. അയാൾക്ക് അതിന്റെ ആബ്സല്യൂട്ട് റൈറ്റിൽ ലഭിക്കും. ഉപേക്ഷിക്കുന്ന വസ്തുക്കളിൽ ഏതെങ്കിലും നിർബന്ധിത സാഹചര്യങ്ങളിൽ ഉടമ വസ്തുക്കൾ ഉപേക്ഷിക്കാൻ ഇടയായതാണെങ്കിൽ ആ വസ്തുക്കൾ കളഞ്ഞു കിട്ടിയ വസ്തുക്കളായി പരിഗണിക്കണം. അതായത് ഉടമസ്ഥന് അവകാശപ്പെട്ടതായി ചുരുക്കം. ഉദാഹരണത്തിന് നമ്മുടെ ഇവിടെ നമുക്ക് വ്യാപകമായ രീതിയിൽ ഉരുൾപൊട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ഉരുൾപൊട്ടി കഴിഞ്ഞിട്ട് എനിക്കൊരു ചെമ്പുകലം കിട്ടും. നല്ലൊരു ചെമ്പുകലം അവിടെ ഒഴുകി വന്നതാ. വയനാട്ടിൽ നിന്ന് ഉള്ള ചെമ്പുകലം ഒഴുകി അത് പോത്തുകല്ലിൽ വന്നിരിക്കുന്നു. അവിടെ വന്നപ്പോ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇന്നയാളുടെ. ഞാൻ ആ ആളെ ചെന്ന് കണ്ടുപിടിച്ച് അയക്ക് തിരിച്ചു കൊടുക്കണം. കാരണം അത് ഉപേക്ഷിക്കപ്പെട്ട വസ്തു അല്ല, അത് കളഞ്ഞുപോയ വസ്തു. രണ്ടാമത്തേത് ഉപേക്ഷിക്കാൻ ഇടയായതാണെങ്കിൽ, അതായത് ഒരാള് ഇതേ സ്ഥലത്ത് തന്നെ വെള്ളപ്പൊക്കത്തിന്റെ ഭീഷണി ഉണ്ടാകുമ്പോൾ തന്നെ അയാൾ വീട് ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോവുക. ആ വീടിനകത്തുള്ള ഫ്രിഡ്ജ് സംഗതികള് കാര്യങ്ങള് അല്ലെങ്കിൽ പണം ആഭരണം ഒന്നും അയാൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. എരമ്പല് കാണുമ്പോഴേ അയാൾ ഓടി ഉയർന്ന സ്ഥലത്തേക്ക് പോകും. ഇവിടെ വെള്ളപ്പൊക്കം ആ സ്ഥലത്ത് അങ്ങനെയൊക്കെ ചെളിയായി. ഇതിനകത്ത് ആ സാധനം ഉണ്ട്, അത് എനിക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. കാരണം അത് ഉപേക്ഷിക്കപ്പെട്ടു എന്നുണ്ടെങ്കിലും അയാൾ ഉപേക്ഷിച്ചത് വസ്തുവിനെയാണ്, വസ്തുവിന്റെ ഉടമസ്ഥാവകാശത്തെ അല്ല. ഉപേക്ഷിക്കപ്പെട്ട സംഗതികൾക്ക് രണ്ട് സംഗതികളുണ്ട്. ഒന്ന്, ഉടമസ്ഥാവകാശം ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ റോഡിനരികത്ത് കൊണ്ടുപോയിട്ട് ക്ലോത്ത് ബാങ്കിൽ കൊണ്ടുപോയിട്ട് എന്റെ വസ്ത്രം ഇടുന്നത്. എന്നാൽ ഒരു അപകടസന്ധിയിൽ ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ ഒരിക്കലും ഞാൻ എൻ്റെ ഉടമസ്ഥാവകാശം ഉപേക്ഷിച്ചിട്ടല്ല, ഉടമസ്ഥതയുടെ അനുഭവം ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. രണ്ടാമത്തേതിൽ ഒരിക്കലും ഉടമസ്ഥാവകാശം ഉണ്ടാകുന്നില്ല, എനിക്ക് മറ്റൊരാൾക്ക് അത് എടുക്കാൻ ഒരു അവകാശവുമില്ല. അടുത്തത് നമുക്ക് നിധിയെ സംബന്ധിച്ചിട്ട് എല്ലാവർക്കും താല്പര്യമുള്ള ഒന്നാണ്. നിധി എന്തുകൊണ്ടാണ് എനിക്ക് എടുത്തുകൂടാതെ എന്ന്. ഇടയ്ക്കെങ്ങാണ്ട് ഈ അടുത്ത കാലത്ത് കുറച്ച് പേർക്ക് നിധി കിട്ടി എന്നുള്ള പറഞ്ഞിട്ട് വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല, എന്നാലും കിട്ടി. ഉടനെ തന്നെ അത് നിധി എന്ത് ചെയ്യുമെന്നതിനെ പറ്റി ചോദ്യമുണ്ട്. പഞ്ചായത്തിൽ അറിയിച്ചു എന്നൊക്കെയാണ്. ഇന്ത്യൻ ട്രഷർ ടോൾ നിയമം അനുസരിച്ചിട്ട് മറച്ചു വെച്ച പണം, ആഭരണങ്ങൾ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ നിധിയിൽ വരുന്നതാണ്. അത് വളരെ സിമ്പിളാണ്. പോലീസിനെയോ ജില്ലാ കളക്ടറെയോ പ്രാദേശിക അധികാരികളോ ന്യായമായ സമയത്തിനുള്ളിൽ അത് അറിയിക്കാം. ന്യായമായ സമയത്തിനുള്ളിൽ എന്നുണ്ട്. 2 മാസം കഴിഞ്ഞിട്ട് 2 മാസം മുമ്പ് എനിക്കൊരു നിധി കിട്ടിയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് കുറ്റമായി വിട്ടു. അന്നേരം തന്നെ. കാരണം അത് നമുക്ക് കൈവശം വെക്കാനോ അനുഭവിക്കാനോ അത് കൈകാര്യം ചെയ്യാനോ ഉള്ള അവകാശം നമുക്കില്ല. ഇന്ത്യൻ നിധിശേഖരത്തെ സംബന്ധിക്കുന്ന നിയമങ്ങൾ നിർവചിക്കുന്നതനുസരിച്ചിട്ട് അത് സർക്കാരിന്റെ ഉടമസ്ഥതയിലേക്ക് കൊടുക്കും. സർക്കാരിന് മാത്രമാണ് അതിന്റെ ഉടമസ്ഥാവകാശം. ചിലപ്പോൾ ഇത് കണ്ടുകിട്ടിയ വകയിൽ സാധാരണഗതിയിൽ 20% വരെ ഉള്ള ഒരു പാരിതോഷികം കൊടുക്കാറ്. പിന്നീട് നമുക്കറിയാം, സർക്കാർ നിധി ട്രഷറിയിലോ അല്ലെങ്കിൽ മ്യൂസിയത്തിലോ നിക്ഷേപിക്കും. പിന്നെ അത് ആരുടെയെങ്കിലും ആണ് എന്ന് അവകാശപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് സർക്കാരിൽ നിന്ന് വാങ്ങാം, നമുക്ക് കൊടുക്കാൻ പറ്റുകയില്ല. പരാജയപ്പെടുന്ന പക്ഷം പിഴയുണ്ടാകും. എന്തിന് പരാജയപ്പെടുക? റിപ്പോർട്ട് ചെയ്യുന്നതിന് പരാജയപ്പെട്ടാൽ. അതുകൊണ്ട് നിധിയുടെ കാര്യം ഒരിത്തിരി ബുദ്ധിമുട്ടാണ്. നിധി കണ്ടാൽ അത് അവകാശപ്പെടുത്താൻ നമുക്ക് അവകാശമില്ല എന്നുള്ളത് ഏറെ മനപ്രയാസം ഉണ്ടാകുമെങ്കിലും അപകടകരമായ ഒരു സംഗതിയാണ്. അതുകൊണ്ട് അത് എത്രയും വേഗം മാന്യമായി കൈകാര്യം ചെയ്യുന്നതായിരിക്കും നമുക്ക് യുക്തി. കൂട്ടിച്ചേർക്കൽ, അതൊരു എന്താണ് കൂട്ടിച്ചേർക്കൽ? ആക്സഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉടമസ്ഥാവകാശത്തിന്റെ മറ്റൊരു രൂപമാണ്. മുഖ്യ വസ്തുവിന്റെ ഉടമസ്ഥനോട് അതിൽ കൂട്ടിച്ചേരുന്ന ഉടമസ്ഥന് അതിൽ കൂടിച്ചേരുന്ന അനുബന്ധ വസ്തുക്കളുടെയും ഉടമസ്ഥാവകാശം ലഭിക്കുന്നു. അനുബന്ധ വസ്തു എന്നാൽ മുഖ്യ വസ്തു ഉൽപ്പാദിപ്പിക്കുകയോ അതിനോട് കൂട്ടിച്ചേർക്കുകയോ അതിനെ പൂർത്തിയാക്കുകയോ അതിനെ ആശ്രയിച്ച് നിൽക്കുകയോ ചെയ്യുന്ന എന്തുമാവാം. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഒരു പശുവിനെ, നമ്മൾ നേരത്തെ കണ്ടത് കേസാണ്, ഒരു പശുവിനെ ഒരാൾക്ക് കളഞ്ഞു കിട്ടിയെങ്കിൽ ആ പശു പെറ്റ കിടാവിനെയും അയാൾക്ക് കളഞ്ഞു കിട്ടിയക്ക് അവകാശമൊന്നുമില്ല, തിരിച്ചു കൊടുക്കേണ്ടതാണ് എന്നുണ്ടെങ്കിൽ അത് രണ്ടിനെയും കൂടെ കൊടുക്കേണ്ടി വരും.
എന്റെ പറമ്പിൽ നിന്നിട്ടാണ് പശു പെറ്റത് എന്നുള്ളത് ന്യായമല്ല. അനുബന്ധ വസ്തുവാണ് പശു. അടുത്തത്, ഒരാളുടെ പറമ്പിനകത്ത് എക്കൽ അടിഞ്ഞിട്ട് അവിടെ ഒരു സെന്റ് സ്ഥലം രൂപ ചെയ്യപ്പെട്ടു. അയാൾക്ക് അതിനകത്ത് കവുങ്ങ് വെക്കാം. അത് എക്സസ് ലാൻഡ് ആയിട്ടൊക്കെ ഉണ്ടാകും, പക്ഷെ അയാൾക്ക് അതിനൊരു കവുങ്ങ് വെക്കാം. അത് യാതൊരു കുഴപ്പമില്ല. കാരണം എന്താണ്? അത് അതിനകത്തേക്ക് വന്നതാണ് ആ എക്കല് വന്നിരിക്കുന്ന മണ്ണ്. അത് അയാൾക്ക് ഉപയോഗിക്കാം. അടുത്തത്, ഞാൻ റെന്റിന് കൊടുത്തിരിക്കുന്ന ഒരു ഭവനത്തിന്റെ മുകളിൽ ഒരാൾ ഒരു ഓഫീസ്, ആ ഓഫീസ് വേണം. അതിന് പ്രത്യേകിച്ച് പിന്നെ എഗ്രിമെന്റ് ഒന്നും. അയാൾ അതിന് വേണ്ടുന്ന ഒരു സ്വീകരണം കൂടി അങ്ങ് പണിതുണ്ടാക്കി. ഞാൻ അവിടെ ഇല്ല. ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ കാണുന്നത്, ഞാൻ ഒരു 10 കൊല്ലത്തിന് ശേഷം തിരിച്ചു വരുന്ന സമയത്ത് കാണുന്നത്, എന്റെ വീട് ഓർഡർ ചെയ്തിട്ടുണ്ട് അയാൾ. ഒരു ഓഫീസ് റൂം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അയാളോട് പറയുന്നു, എനിക്കിനി താമസിക്കണം ഇവിടെ. ഉടനെ അയാൾ പറയാണ്, അത് താമസിക്കുകയൊക്കെ തരക്കേടൊന്നുമില്ല, എന്റെ മുറി ഞാൻ താമസിക്കും, ഞാൻ ഉണ്ടാക്കിയ മുറി ഞാൻ താമസിക്കും, ഞാനാണ് അത് ഉണ്ടാക്കിയത്. സംഗതിയൊക്കെ വാസ്തവമാണെങ്കിലും അയാൾക്ക് അതിനകത്ത് താമസിക്കാൻ അവകാശമില്ല. കാരണം മുഖ്യ വസ്തുവിനോട് കൂട്ടിച്ചേർത്ത് വെക്കുകയോ അതിനെ പൂർത്തിയാക്കുകയോ ചെയ്ത് ആശ്രയിച്ച് നിൽക്കുകയോ ചെയ്യുന്ന എന്തും ഉടമസ്ഥന് മാത്രം അവകാശപ്പെടും. റെന്റിന് വാങ്ങിയ ആൾക്ക് ആബ്സല്യൂട്ട് ടൈറ്റിൽ ഇല്ല, കണ്ടീഷണൽ റൈറ്റ് മാത്രമേ ഉള്ളൂ. എനിക്ക് എന്റെ പേരിലാണ് ആബ്സല്യൂട്ട് ടൈറ്റിൽ. അതുകൊണ്ട് തന്നെ അതിനോട് കൂട്ടിച്ചേർന്ന് നിൽക്കുന്ന വസ്തു എന്ന നിലയിൽ അയാൾ ഉണ്ടാക്കിയതാണെങ്കിൽ അയാളുടെ കാശ് പോയി എന്നുള്ളത് അതിന്റെ അവകാശം എന്റേതായിരിക്കും. അടുത്തത്, കാലഹരണപ്പെടൽ. കാലഹരണപ്പെടൽ തന്റേതാണെന്ന വിശ്വാസത്തിൽ, ഉത്തമ വിശ്വാസത്തിൽ മറ്റൊരാളുടെ വസ്തുവോ സാധനമോ ഒരാൾ സൂക്ഷിക്കുകയും നിശ്ചിത കാലാവധി കഴിയുകയും ചെയ്താൽ ഉടമയ്ക്ക് തന്റെ വസ്തുവിന്റെ മേലുള്ള അവകാശം നഷ്ടമാവുകയും കൈവശക്കാരൻ അത് ലഭിക്കുകയും ചെയ്യും. ഉത്തമ വിശ്വാസത്തിൽ കാലം കഴിഞ്ഞു പോകുന്നതാണ് ഇതിലെ നിർണായകമായ കാര്യം. കാലഹരണപ്പെടും. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ ഓരോ 36 മാസം കൂടുമ്പോഴും അതോ അതിനു മുമ്പ് തന്നെ ബാങ്കിൽ നിന്ന് നിങ്ങളെ സമീപിച്ച് ചിലപ്പം 20 കൊല്ലത്തേക്കോ 10 കൊല്ലത്തേക്കോ എടുത്തിരിക്കുന്ന ലോണായിരിക്കും. 3 കൊല്ലം കഴിയുമ്പോൾ അതിനകത്ത് ഒരു ഫോം അവർ ഫില്ലപ്പ് ചെയ്ത് ഒപ്പിടിച്ചു വാങ്ങും. അതിന്റെ പേരാണ് അക്നോളജ്മെന്റ് ഓഫ് ഡെറ്റ്. അക്നോളജ്മെന്റ് ഓഫ് ഡെറ്റ് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ, അതിനകത്ത് വേറെ ഒന്നുമില്ല. ഇങ്ങനെ ഒരു ലോൺ ഉണ്ട്, അതിന്റെ ബാലൻസ് ഇന്നതാണ് എന്ന് മാത്രം അവർ എഴുതി വാങ്ങുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു, ബാങ്കും എടുത്തയാളും തമ്മിൽ സംസാരിച്ചത് 3 കൊല്ലം കൂടുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഉറപ്പുവരുത്തുന്നു, ഇത്രയൊക്കെ ഉണ്ട്. എന്തിനാണത്? കാലഹരണ ദോഷം ഒഴിവാക്കാൻ വേണ്ടി. എന്താ കാലഹരണ ദോഷം? അതിതാണ്, ഒരുപാട് കാലത്തേക്ക് ചോദ്യമില്ല പറച്ചിലും ഇല്ലാതെ ഈ പൈസ ഇങ്ങനെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവസാനം അയാൾക്ക് തന്നെ ഉടമസ്ഥാവകാശം വന്നു ചേരും. ഉദാഹരണത്തിന് പറഞ്ഞാല്, എനിക്കൊരാൾ ഒരു 2000 രൂപ 20 കൊല്ലം മുമ്പാകുന്നു, ഞാനും പറഞ്ഞു അയാളും. പിന്നെ ഒരു കുറെ കാലം കഴിഞ്ഞിട്ട്, നിനക്ക് പണി ഞാൻ 2000 രൂപ തന്നായിരുന്നു, അത് കൊടുക്കാൻ അവകാശമുണ്ടോ എന്ന് കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യവഹാരം നടത്താൻ പറ്റില്ല. പക്ഷെ നീതിയുടെ തോതനുസരിച്ച് കൊടുക്കണ്ട എങ്കിലും ക്രൈസ്തവ സ്നേഹത്തിന്റെ തോതനുസരിച്ച് കൃത്യമായി ഞാൻ ആ പണം കൊടുക്കും. കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കുന്നു. ഇതിന് വേറൊരു ഉദാഹരണം കൂടിയുണ്ട്. ഒരാൾ കടം വാങ്ങുന്നു, കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തില്ല, കൊടുത്തു കാണും, അത്രയും എമൗണ്ടേ ഉള്ളൂ എന്ന് വിചാരിക്കുക, 500 രൂപ 1000 രൂപ കൊടുത്തു കാണുമെന്ന് ഇയാളും വിചാരിച്ചു, കിട്ടിക്കാണുമെന്ന് മറ്റേ ആളും വിചാരിച്ചു, അല്ലെങ്കിൽ കിട്ടാനുണ്ടല്ലോ എന്ന് മറ്റേ ആളും വിചാരിച്ചു. ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് അയാൾ ചോദിക്കാം, നീ ആ പണ്ടത്തെ 500 രൂപ പെരുന്നാളിന് എന്റെ തലേ ദിവസം നമ്മൾ രണ്ടുപേരും കൂടെ നാടകം കാണാനിരുന്നപ്പം നീ മേടിച്ച പൈസ അത് തന്നില്ലല്ലോ, നീ എന്ത് ചോദിക്കാൻ? തന്നിരുന്നേ. ഓ, എനിക്കറിയാൻ മേല, തന്നു കാണും, അത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം അത് മേടിക്കാനാണ് നേരത്തെ മേടിക്കണത്. പക്ഷേ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ കൊടുക്കണം. പക്ഷേ അത് സ്നേഹത്തിന്റെ കൽപ്പനയാണ്. നീതിയുടെ കൽപ്പന അനുസരിച്ച് ഇത്രയും കാലം ചോദിക്കാതിരുന്നപ്പോ ഉത്തമ വിശ്വാസത്തിൽ കൊടുക്കാനില്ലാത്തതാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, കൊടുക്കണ്ട. ധാർമ്മിക ബാധ്യതയില്ല, പക്ഷെ കൊടുക്കാനുള്ള സ്നേഹത്തിന്റെ ബാധ്യതയുണ്ട് എന്നുള്ളത്. ഇനി 1963 ലിമിറ്റേഷൻ ആക്ട് കൊണ്ടാണ് ഈ കാലഹരണ ദോഷം വരുന്നത്. നിയമപരമായ പ്രശ്നങ്ങൾ ന്യായമായ പരിധിക്കുള്ളിൽ പരിഹരിക്കപ്പെടുന്നുവെന്നും പഴകിയ ക്ലെയിമുകൾ തടയാനും ഈ നിയമം ലക്ഷ്യമുണ്ട്. അതായത്, ഞാൻ ഒരാൾക്ക് 2000 രൂപ കൊടുത്തിട്ട് 20 കൊല്ലം കഴിഞ്ഞിട്ട് ഞാനത് ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ അങ്ങനത്തെ വ്യവഹാരം കൊണ്ട് കോടതി നിറയുമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടെ കൃത്യമായിട്ട് AOD ഉള്ളത് മാത്രം
അതായത് പരസ്പരം സമ്മതിക്കുന്ന കാലഹരണദോഷം വരാത്തതിന് മാത്രമേ കേസെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള തീരുമാനമാണ്. ഓക്കെ, അതിന്റെ വിവിധങ്ങളായ കേസുകളുടെ കാലാവധി അവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കി വായിച്ച് മനസ്സിലാക്കിയ. ഉടമ്പടി എന്ന് പറയുന്നത് കോൺട്രാക്ട്. ഉടമ്പടിയിൽ ഏർപ്പെടുന്ന വ്യക്തികൾ അവർ 18 വയസ്സ് കഴിഞ്ഞവരും മേജർ ആയിരിക്കണം, സാമാന്യ ബുദ്ധിയുള്ളവരുമായിരിക്കണം. അതായത് പിന്നെ കുറച്ച് കോൺട്രാക്റ്റിനകത്ത് ഇന്ത്യൻ കോൺട്രാക്ട്സ് ആക്ട് അനുസരിച്ചിട്ട് കോൺട്രാക്റ്റിനകത്ത് പ്രവേശിക്കാൻ അയോഗ്യതയുള്ള ആളുകളുണ്ട്, മന്ദബുദ്ധികൾ, കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ലൂണാറ്റിക്സ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവർ ആർക്കും ഒരു കോൺട്രാക്റ്റിനകത്ത്, ഒരു ഉടമ്പടിക്കകത്ത് ഏർപ്പെടാൻ പറ്റുകയില്ല. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ, ഉടമ്പടിയിൽ കടമകളുണ്ട്, അവകാശങ്ങളുണ്ട്, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഉണ്ട്. അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു സ്വതന്ത്രമായി ഐഡന്റിഫൈ ചെയ്യാനുള്ള അവരുടെ കപ്പാസിറ്റി അവർക്ക് വേണം. രണ്ടാമത്തേത്, ഉടമ്പടിയുടെ വിഷയം എന്താണ് എന്ന് അവർ മനസ്സിലാക്കണം. ഈ വിഷയം ഭൗതികമായി സാധ്യവും ധാർമ്മികവുമായി നല്ലതായിരിക്കണം. അസാധ്യമായ ഒരു വിഷയം ഉടമ്പടിയുടെ വിഷയമായിക്കൂടാ. ഇല്ലിസിറ്റ് ആയിട്ടുള്ള ഒരു വിഷയം ഉടമ്പടിയിൽ നിലനിൽക്കുന്നില്ല. ഇല്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമദൃഷ്ടിയ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യം. കളവാറ്റ് 500 ലിറ്റർ കള്ളമദ്യം, വ്യാജമദ്യം ഉത്പാദിപ്പിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കാൻ പറ്റുകയില്ല. കാരണം വ്യാജമദ്യം ഉണ്ടാക്കുന്നത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ അതിന്മേലുള്ള എല്ലാ സാധ്യതകളും, എല്ലാ ഉടമ്പടിയും നിയമവിരുദ്ധമാണ്. ധാർമ്മികമായി നല്ലതായിരിക്കണം. അതാ അടുത്തത്. ഭൗതികമായ ധാർമ്മികമായി നല്ലത് എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. രണ്ടാമത് ഭൗതികമായി സാധ്യമായിരിക്കും. എവറസ്റ്റിന്റെ പൊക്കം കുറച്ച് ഭയങ്കര ഇന്റർനാഷണൽ കമ്പനികൾ തമ്മിൽ ഒരു കുറച്ച് പൊക്കം കുറച്ചാൽ സമാധാനം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ കയറുന്നവർക്ക് എളുപ്പമായിരിക്കും. നടക്കുകയില്ല. കാരണം അത് ഭൗതികമായി സാധ്യമല്ല. അല്ലെങ്കിൽ 3 കൊല്ലം കഴിയുമ്പോൾ ചന്ദ്രനെ വിടാന്നും പറഞ്ഞിട്ട് ഒരാളോട് 50,000 യൂറോയോ 50,000 അല്ല 5 കോടി ലക്ഷം രൂപ വാങ്ങിച്ചാലും ഒരു കാര്യമില്ല. എന്താ കാര്യം? ചന്ദ്രനോട് ഇപ്പൊ തൽക്കാലം പറ്റുകയില്ല, ഈ പറഞ്ഞ ആൾക്ക് പറ്റുകയില്ല. അടുത്തത്, അസാധ്യമായ ഒരു കാര്യം ഉടമ്പടിയുടെ വിഷയമായിരിക്കാൻ പറ്റുകയില്ല. അടുത്തത്, ഉടമ്പടിയുടെ വിഷയം, ഒരു ഉടമ്പടി വാലിഡ് ആകണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് വേർതിരിക്കണം. ഇന്ന കാര്യത്തിനാണുള്ളത്. എണ്ണം, അളവ്, ഗുണം, ഇനം തുടങ്ങി എല്ലാ കാര്യങ്ങളും ഡെഫിനിറ്റ് ആയിരിക്കണം. അവ്യക്തമായ ഒരു കാര്യത്തിൽ ഉടമ്പടിയില്ല. ഉദാഹരണത്തിന് പറഞ്ഞാൽ, നീ ഇന്ന് പറമ്പിൽ പണിയെടുക്കണേ, വൈകുന്നേരം എന്നെ തരാം എന്നൊരു ഉടമ്പടിയില്ല. നീ ഇത്ര കപ്പക്കൂടം വെട്ടണം, ചുരുങ്ങിയത് 80 എണ്ണമെങ്കിലും വെട്ടണം, നിനക്ക് ഞാൻ ഇത്ര രൂപ തരും, 80 എണ്ണത്തിന് ഇത്ര രൂപ, 80 കഴിഞ്ഞിട്ട് ഓരോന്ന് വെട്ടുമ്പോഴും ഇത്ര രൂപ വെച്ച് തരും. കറക്റ്റ്, അതൊരു ഉടമ്പടി. അതാണ് എന്താണ് ജോലി എന്നോ എന്താണ് പ്രതിഫലം എന്നോ കൃത്യമായി നിർണയിച്ചിട്ടില്ലെങ്കിൽ അത് ഇൻവാലിഡ് ആണ്. അടുത്തത്, ഉടമ്പടിയില് സമ്മതം എന്ന് പറയുന്ന സംഗതി വേണം. ഉടമ്പടിയില് സ്വമേധയാ പൂർണ്ണ മനസ്സോടും ഉത്തമ വിശ്വാസത്തോടും കൂടി തന്നെ കയറണം. അല്ലാതെ വ്യക്തിയുടെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സമ്മർദ്ദത്തിലാക്കിയിട്ടും പേടിപ്പിച്ചിട്ടും പൂർണ്ണമായ അറിവ് കൊടുക്കാതെയും അറിവിനെ സംബന്ധിക്കുന്ന ഉപേക്ഷയോടുകൂടെയും, അതാണ്. അതായത് അതങ്ങനെയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, ഒരു 2 മൈല് കഷ്ടി പോയാൽ മതി. ചിലപ്പോൾ 8 മൈല് പോയിട്ടായിരിക്കും പറമ്പിലെത്തുന്നത്. ലേശം ഒരു കുന്നേ ഉള്ളൂ, ആ കുന്ന് കഴിഞ്ഞിട്ട് ഒരു ചെറിയ കുന്ന്, പിന്നെ ഒരു കുന്നും കൂടെ ഉണ്ട്, അത്രേ ഉള്ളൂ എന്ന് പറയും. അപ്പൊ 3 കുന്നിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. നിലവിൽ 8 കുന്നുണ്ടെങ്കിലേ അവന്റെ പ്ലോട്ടിൽ എത്താൻ പറ്റുള്ളൂ. അതൊന്നും നടക്കില്ല. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കണം. സ്വതന്ത്രമായിട്ടുള്ള ഭയത്തിൽ നിന്ന് അവനെ പേടിപ്പിച്ചിട്ട് കൊടുക്കാൻ പറ്റുകയില്ല. ഒരു ഉടമ്പടിക്കകത്ത് ഒപ്പിടിക്കാൻ പറ്റുകയില്ല. കൃത്യമായ വിവരം കൊടുക്കാതെ തെറ്റായ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റുകയില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഉത്തമ വിശ്വാസത്തോടെയും സ്വതന്ത്ര മനസാക്ഷിയോടുകൂടിയും പൂർണ്ണമായ അറിവോടുകൂടിയും ബാഹ്യമായി പ്രകടിപ്പിക്കുന്ന ആന്തരികമായ സമ്മതത്തിന്റെ പേരാണ് ഉടമ്പടി. മനസ്സിനകത്ത് വെച്ചാൽ പോരാ, അത് ബാഹ്യമായിട്ട് പ്രകടിപ്പിക്കണം, പരസ്പരം പ്രകടിപ്പിക്കണം. ഇനി ഉടമസ്ഥാവകാശത്തിലെ നീതി ലംഘനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, മോഷണം. അറിയാമല്ലോ എന്താണെന്ന്. അനുവാദമില്ലാതെ എടുക്കുന്നതാണ്, ഗോപ്യമായി എടുക്കുന്നതാണ് മോഷണം. ഒരാളുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി അയാളുടെ വസ്തു ഗോപ്യമായി കൈക്കലാക്കുന്നതാണ് മോഷണം. ഇച്ഛയ്ക്ക് വിരുദ്ധമായി വളരെ കൃത്യമായിട്ട് നമ്മൾ ഇതാക്കിട്ടോ. ഒരാൾ ആരെയും കൊണ്ടുപോയിക്കോട്ടെ,
എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു സാധനം എടുത്ത് അവിടെ എവിടെയെങ്കിലും വെച്ചു. ആരെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ, അവരിതെടുത്തോണ്ട് പോയി. മോഷ്ടിച്ചു എന്ന് പറയാൻ പറ്റുകയില്ല. കാരണം നമുക്ക് അങ്ങനെ ഒരു ഇച്ഛയില്ല. അത് നമ്മുടെ കൈവശം സൂക്ഷിക്കണം എന്നൊരു ആഗ്രഹം ഇല്ല. അങ്ങനെ അവിടെ വെച്ചത്. മാത്രമല്ല, അനുവാദം ഇല്ലാത്ത സംഗതി അല്ല മോഷണം. അനുവാദം ഇല്ലാതെ എടുക്കുന്നതിന്റെ പേരല്ല മോഷണം. ഉദാഹരണത്തിന് ഓഫീസിൽ ഒരാളുടെ ഒരു പേനയുണ്ട്. ആ പേന വേറെ ആരും ഉപയോഗിക്കുന്ന അയാൾക്ക് ഇഷ്ടമല്ല. ഉടനെ അപ്പുറത്തുള്ള ആളുടെ പേന തെളിയാതെ വന്നപ്പോൾ അയാൾ ഈ പേന എടുത്തിട്ട് അവിടെ നിന്ന് എഴുതി, നീ എന്റെ പേന മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് വിളിക്കാൻ പറ്റില്ല. അതല്ല മോഷണം. മോഷണം എന്ന് പറയുന്നത് ഇച്ഛയ്ക്ക് വിരുദ്ധമായി ഗോപ്യമായി കയ്യിലെടുക്കുന്നത്. ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ഒരു പേന ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ വന്നിട്ട്, ഞാൻ കാണുന്നുണ്ട്, എനിക്ക് നിങ്ങൾ ആരും എടുക്കുന്നത് ഇഷ്ടമല്ല, എന്നിട്ടും നിങ്ങൾ ആ പേന എടുത്തോണ്ട് പോയിട്ട് എഴുതുന്നുണ്ട്. ഓർഡർ നീ എന്റെ പേന കെട്ടു എന്ന് പറയാൻ പറ്റില്ല. ഞാൻ കണ്ടില്ല, ഞാൻ കണ്ടല്ലോ, അപ്പൊ വേണമെങ്കിൽ തടഞ്ഞാൽ മതിയായിരുന്നല്ലോ. അപ്പൊ അത് മോഷണമൊന്നുമല്ല. അത് സംഗതി അതിക്രമം തന്നെയാ. എന്നാൽ എനിക്കിഷ്ടമില്ലാത്ത കാര്യം ചെയ്യുന്നത് എനിക്ക് അതിക്രമമാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു ആവശ്യം വന്ന് നിങ്ങൾ അത് എടുത്തു, അത്ര. അത് മോഷണമായിട്ട് കരുതാൻ പറ്റില്ല. മോഷണം ബലം പ്രയോഗിച്ച് മറ്റൊരാളുടെ വസ്തു കൈക്കലാക്കുന്നതുമായിട്ട് വ്യത്യാസമുണ്ട്. അതിനെ കവർച്ച എന്ന്. മോഷണം എന്ന് പറയുന്നത് ഗോപ്യമായി ചെയ്യുന്നതാണ്, ഒളിച്ചു ചെയ്യുന്നതാണ്. കവർച്ച എന്ന് പറയുന്നത് നേരിട്ട് ബലമായിട്ട് ചെയ്യുന്നു. സാധാരണഗതിയിൽ രണ്ട് കാര്യം സന്ദർഭങ്ങളിൽ ഈ ഉടമയ്ക്ക് സാധാരണയുള്ള അവകാശം ഇല്ലാതെയാകുന്നുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് മോഷണമല്ലാതെയാകുന്ന രണ്ട് സന്ദർഭങ്ങൾ. ഒന്നാമത്തേത്, ഈ അങ്ങേയറ്റത്തെ ആവശ്യസ്ഥിതി, ഭക്ഷണം, മരുന്ന്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു നിവൃത്തിയില്ലെങ്കിൽ ആ വസ്തു എടുക്കാം. അത് മോഷണമാകുന്നില്ല. ഉദാഹരണത്തിന്, അങ്ങേയറ്റം വിശന്ന് ഇനി മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് അറിയുന്ന ഒരു കുടുംബം അയൽവക്കത്തുകാരന്റെ ഒരു വാഴക്കൊല വെട്ടി അത് തിന്നാല് ഒരിക്കലും മോഷണമാകുന്നില്ല. സംഗതി ന്യായമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യായമല്ല എന്ന് വേണമെങ്കിൽ നീതിയുടെ ദൃഷ്ടിയിൽ പറയാം. പക്ഷെ സ്നേഹത്തിന്റെ ദൃഷ്ടിയിൽ അത് ന്യായം. രണ്ടാമത്തേത്, ഗോപ്യമായ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാല്, ഞാൻ ഒരു തെങ്ങേറ്റക്കാരനെ കൊണ്ട് തെങ്ങ് കയറ്റിച്ചു. രാവിലെ തൊട്ട് ഉച്ച വരെ അയാൾ തെങ്ങ് കയറി മടുത്തു, അവശനായി. അപ്പൊ ഞാൻ അവസാനം നോക്കുന്ന സമയത്ത് കുറെ തേങ്ങയുണ്ട്. ഞാൻ അയാളോട് പറയുന്നു, ഞാൻ നിനക്ക് ഒരു തെങ്ങിന് ഇത്ര രൂപ വെച്ചിട്ടൊന്നും തരികയല്ല, ഇത്ര തെങ്ങൊക്കെ ഉണ്ട്, ഞാൻ നിനക്ക് 300 രൂപ തരും. അവൻ പറഞ്ഞു, അയ്യോ 300 രൂപ എന്ന് പോരാ, ഞാൻ ഇത്ര തെങ്ങ കയറിയതാ, ഇത്രയും തേങ്ങായും ഉണ്ട്. തേങ്ങ എത്ര ഉണ്ടായാലും ഞാൻ ഇത്ര തെങ്ങ കയറുതാ, എനിക്ക് എന്തായാലും 700 രൂപ കിട്ടും, അല്ലെങ്കിൽ അത്രയും രൂപ കിട്ടും. 700 എന്ന് വിചാരിക്കുക. ഞാൻ പറയുന്നത്, നീ കയറുന്നല്ലേ, ഇത് വേണ്ട, ഇത് തേങ്ങ ഒരു കാര്യം ചെയ്തോ, തിരിച്ച് തേങ്ങ വെച്ചാൽ ഒരിക്കലും നടക്കില്ലാത്ത കാര്യമാണ്. അത് പോകുന്ന വഴിക്ക് 400 രൂപയുടെ തേങ്ങ എടുത്തു. ന്യായമായ നഷ്ടം വസൂലാക്കാൻ വേണ്ടി അയാൾ കൃത്യമായ ആ സംഖ്യ ഞാൻ കൊടുക്കുകയില്ല എന്നുള്ള അയാൾക്ക് ഉറപ്പാ. ആ സംഖ്യക്ക് മാത്രമായിട്ടുള്ള ആ തേങ്ങ എടുത്തോണ്ട് അയാൾ പോകുന്നതെങ്കിൽ ഒരു തെറ്റുമില്ല. കാരണം എന്റെ വസ്തുവിന്മേൽ എനിക്കുള്ള അവകാശം പോലെ അയാളുടെ കൂലിയുടെ മേൽ അയാൾക്ക് അവകാശം. അയാൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് അയാളുടെ ജസ്റ്റിസ് ആണ്. ആ ജസ്റ്റിസ് നിവൃത്തീകരിക്കാൻ, അയാളുടെ നീതി നിവൃത്തീകരിക്കാൻ യഥാർത്ഥത്തിൽ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ടാണ്. ഇനി അടുത്തത്, അങ്ങേറ്റത്തെ ആവശ്യസ്ഥിതി എന്ന് പറയുന്നിടത്ത് ഒരു 4 ഘടകങ്ങളുണ്ട് കേട്ടോ. സഹായം തരാൻ വിശന്ന് കൂറമുറ്റിയ ഞാൻ ആദ്യം എന്റെ ആൾക്കാരെ ഒന്ന് വിളിച്ചു ചോദിക്കണം, എനിക്ക് എന്തെങ്കിലും തരാമോ എന്ന്. പിന്നെ ഞാൻ എന്റെ അയൽവക്കക്കാരനോട് ചോദിക്കണം, എന്തെങ്കിലും ആഹാരം തരാമോ എന്ന്. 3, അയാൾക്ക് ആകെ ഒരു വാഴക്കൊല ഉള്ളെങ്കിൽ അതിന്റെ പകുതിയെങ്കിലും എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി ഉള്ളവരെങ്കിലും എടുക്കാവുള്ളൂ. ദരിദ്രരിൽ നിന്ന് എടുത്ത് അവരെ കൂടുതൽ ദരിദ്രരാക്കരുത്. എടുത്ത വസ്തു ഉപയോഗിക്കേണ്ടി വന്നില്ലെങ്കിൽ അത് ഉടമയ്ക്ക് തന്നെ തിരിച്ചു ലഭിക്കാനുള്ള ഏർപ്പാട് കൊടുക്കും. നമ്മുടെ പഴയ വാഴക്കൊലയുടെ കാര്യം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പടലേ എടുക്കാവുള്ളൂ. ഇനി വാഴക്കൊല അറിയാതെ മുഴുവൻ വെട്ടിയെന്നുണ്ടെങ്കിൽ, അഥവാ ആവേശത്തിന് മുഴുവൻ വെട്ടിയെന്നുണ്ടെങ്കിൽ, ആഹാരമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഉണ്ട് ഒരു 2 പടല അവിടെ വെച്ചെങ്കിൽ ഞാൻ അത് തിരിച്ച് അയാളുടെ അവിടെ വീടിന്റെ വാച്ചിലെ വെച്ചിട്ട് ഞാൻ പോകും. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ തെങ്ങുകയറ്റ കേസ്, അത് ഒരു ഗോപ്യമായ നഷ്ടപരിഹാരം, ഒക്കൾട്ട് കോമ്പൻസേഷൻ. അത് അയാൾക്ക് തേങ്ങ എടുത്തുകൊണ്ട് പോകാനുള്ള 3 സ്ഥിതികളുണ്ട്. ഒന്ന്, കൃത്യമായി കിട്ടേണ്ടുന്ന അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കണം. 700 രൂപ കൂലി എന്ന് അയാൾ പറഞ്ഞത് 700 ഉണ്ടായിരിക്കണം കേട്ടോ. 300 ന്യായമായ ഒരു കൂലിയാണെന്നുണ്ടെങ്കിൽ 300 അയാൾ നിൽക്കണം. അയാൾ തോന്നുന്നത് കൂലിയല്ല, ന്യായമായ കൂലിയാണ്.
രണ്ടാമത്തേത് എന്തെങ്കിലും ഒരു പൈസയും കൂടെ കൂട്ടി തരണം എന്ന് പറഞ്ഞിട്ട് അയാൾ 400 രൂപയുടെ പറയാൻ പാടില്ല. എന്നോട് പറയണം ഇനി 400 രൂപയും കൂടെ നിങ്ങൾ തരാനുണ്ട്, അത് നിങ്ങൾ താ. ഞാൻ പറയുന്നു ഞാൻ കൊന്നാലും തരികയില്ല, അത് എന്റെ അടുത്ത് 400 രൂപയുടെ പോകും. അടുത്തത് നഷ്ടം നികത്താനുള്ള തുക മാത്രമേ എടുക്കാവുള്ളൂ. വസൂലാക്കുന്ന 400ന്റെ ബദൽ മാത്രമേ എന്റെ അടുത്ത് നിന്ന് എടുക്കാവുള്ളൂ. പിന്നെ അതിന് എനിക്ക് ഒരു പഴയ കൂടെ അയാള് ഒരു 400 കൂടെ കൂടി ഈടാക്കുക, ഏതായാലും കള്ളം തന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് 800ന്റെ മുതൽ എടുത്തുകൊണ്ട് പോകരുത്. ഓക്കെ, ഇതാണ് സാധ്യമായ മറ്റു മാർഗങ്ങൾ. പരീക്ഷിക്കണം, എന്നോട് ചോദിക്കണം, ഇത്തിരി കടുത്ത് ചോദിക്കണം, എന്നിട്ട് ഞാൻ തരികയില്ല എന്നുണ്ടെങ്കിൽ വഴക്കുണ്ടാക്കാതെ സംഗതി കിട്ടും. അടുത്തത് ഫ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായമോ നിയമവിരുദ്ധമായ നേട്ടം നേടുന്നതിന്, സാമ്പത്തികമോ വ്യക്തിപരമായ നേട്ടത്തിന് കാരണമാകുന്നതാണ്. അത് വസ്തുതകളെ വഞ്ചിക്കുകയോ തെറ്റായി പ്രതിനിധീകരിക്കുകയോ ചെയ്യുന്ന ബോധപൂർവവും വഞ്ചനാപരവുമായ പ്രവൃത്തിയാണ്. ഫ്രോഡിനെ സംബന്ധിക്കുന്ന ഒരു നിർവചനമാണിത്. ഇത് വായിച്ചു നോക്കിയാൽ ഇതിന്റെ PDF തന്നിട്ടുണ്ട്. ഇത് വായിച്ചു നോക്കണം. കാരണം എന്താണ് ഫ്രോഡ് എന്നതിനെ പറ്റി കൃത്യമായ നിർവചനം പറഞ്ഞിട്ടുണ്ട്. തെറ്റായ പ്രാതിനിധ്യം, കബളിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തെറ്റായ പ്രസ്താവനയോ വാഗ്ദാനമോ. ഇപ്പൊ നമുക്കൊരു 100ക്ക് 150 ഫോണുകൾ നമുക്ക് വരാറുണ്ട്. 100 ഫോണിലെ 150 ഫോണും നമുക്ക് ഇങ്ങനെയായിരിക്കും: കസ്റ്റംസിൽ നിന്ന് ഫോൺ വന്നിട്ടുണ്ട്, അല്ല കസ്റ്റംസിൽ നിന്ന് നിങ്ങൾക്ക് പാഴ്സൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇവിടുന്നൊക്കെയോ പാഴ്സൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കസ്റ്റംസുകാർ വിളിക്കുന്നു, ബാങ്കിലെ KYC പുതുക്കണം എന്ന് പറഞ്ഞ് ബാങ്ക് വിളിക്കുന്നു. ഇതൊക്കെ തെറ്റാ. ഇപ്പൊ ഫ്രോഡിന് വേണ്ടിയുള്ള ഒരു സംഗതി, ഞാൻ ബാങ്കിൽ നിന്നാണ് വിളിക്കുന്ന എന്നും പറഞ്ഞിട്ട് ഒരാൾ വിളിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ പ്രാതിനിധ്യമാണ്. അറിവ്, ഈ പറയുന്ന സാധനം തെറ്റാണെന്നുള്ളത് അയാൾക്കറിയാം, ഈ കളിപ്പിക്കുന്ന ആൾക്ക് അറിയാം. കബളിപ്പിക്കാനോ വഞ്ചിക്കാനോ ഉള്ള ഉദ്ദേശം വേണം. പിന്നെ തെറ്റായ പ്രാതിനിധ്യം, സ്റ്റേറ്റ് ബാങ്കിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് അയാൾ പറയുന്നുണ്ട്. പിന്നെ നാശനഷ്ടം, ഇത്രയും പറഞ്ഞിട്ട് കളിപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ ഫ്രോഡല്ല. പക്ഷെ അതുവഴിയായിട്ട് നമുക്ക് ഒരു കളിപ്പീര് മാത്രമാണ്. അതേസമയം തട്ടിപ്പിന്റെ ഫലമായി ഇത് ഇരയ്ക്ക് നഷ്ടമോ ദോഷമോ, അതായത് കാശ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ, OTP പറഞ്ഞു കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പൈസയും പോയി എന്നുണ്ടെങ്കിൽ അത് തട്ടിപ്പ്. ഓക്കെ, അടുത്തത് സാമ്പത്തിക തട്ടിപ്പ്. തട്ടിപ്പിന്റെ വിവിധങ്ങളായിട്ടുള്ള ബൈഫർക്കേഷൻസ് ആണ് കാണുന്നത്. സാമ്പത്തിക തട്ടിപ്പ്, ഉദാഹരണത്തിന് ഡെപ്പോസിറ്റിന്റെ തട്ടിപ്പ്. നിങ്ങൾ 50 രൂപ കൊടുക്കുമ്പോൾ സമയത്ത് നിങ്ങൾക്ക് 5 ചീട്ട് കിട്ടും. ഈ 5 ചീട്ട് 50 രൂപയ്ക്ക് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് അവർക്ക് 5 ചീട്ട് വെച്ച് കിട്ടും. അവർക്ക് 50 രൂപ വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 5000 രൂപ കിട്ടും. ഇതൊക്കെ പിരമിഡ് സ്കീമുകളാണ്, തട്ടിപ്പുകളുടെ കേന്ദ്രങ്ങളാണ്. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രത്യേകതയുള്ളത്, എന്നെ ഒന്ന് തട്ടിക്കാമെന്ന് ചോദിച്ചിട്ട് നമ്മൾ സ്ഥിരമായി നടക്കുന്നവരാണ്. തട്ടിപ്പിന് ഇത്രയും പെട്ടെന്ന് വിധേയരാകുന്ന മറ്റൊരു ജനത ഇല്ലെന്നാ പറയുന്നത്. ഐഡന്റിറ്റി തട്ടിപ്പ്, ഫേക്ക് ID, ഫ്രോഡിലന്റ് ബാങ്ക് അക്കൗണ്ട്, ഫേസ്ബുക്ക് IDs, പിന്നെ ഓൺലൈൻ തട്ടിപ്പ്, ഫിഷിംഗ്, സൈബർ തട്ടിപ്പുകൾ, ആരോഗ്യ സംരക്ഷണ തട്ടിപ്പ്, ഇൻഷുറൻസ് തട്ടിപ്പ്, സെക്യൂരിറ്റീസ് തട്ടിപ്പ് റിലേറ്റഡ് ടു സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ്. പിന്നെ അൺജസ്റ്റ് ഡാമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീതിപൂർവകമല്ലാത്ത അന്യായമായ കഷ്ടനഷ്ടങ്ങൾ എന്നുള്ളതാണത്. അതായത് ഇപ്പം പേരുദോഷം ഉണ്ടാക്കുക, വസ്തു നശിപ്പിച്ച് കളയുക, ഇതൊക്കെ പൊതുമുതലിനെ സംബന്ധിച്ചിട്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാല് നമ്മുടെ ട്രെയിനിലൊക്കെ അത് എഴുതി വെക്കുക, ഇത് എഴുതി വെക്കുക, പേരുദോഷം ഉണ്ടാകുക, ഒരാളെ പറ്റി ഒരു ന്യായമില്ലാത്ത, അയാൾ ഒരു മനസ്സ് പോലും അറിയാതോ ആയ കാര്യങ്ങൾ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുക, പിന്നെ മറ്റൊരാൾക്ക് കിട്ടേണ്ട ആനുകൂല്യം തടയുക, പിന്നെ പൊതുമുതൽ നശിപ്പിക്കുക, പൊതുമുതൽ വൃത്തികേടാക്കുക, മാലിന്യം പൊതുസ്ഥലത്ത് വലിച്ചെറിയുക. നമ്മുടെ ശ്രദ്ധിക്കണേ, മാലിന്യം പൊതുസ്ഥലത്ത് വലിച്ചെറിയുക. ഇതെല്ലാം ചെയ്യുന്ന ആൾക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടവും കിട്ടുന്നില്ല, ഒരു നേട്ടവും കിട്ടുന്നില്ല. അന്യരെ ദ്രോഹിക്കാൻ സാധിച്ചതിലുള്ള ഒരു ദുഷ്ട തൃപ്തി ഒഴിച്ച് വേറൊന്നും കിട്ടുന്നില്ല. എന്നാൽ അറിവോ സമ്മതമോ ഇല്ലാതെ സംഭവിക്കുന്ന അപകടങ്ങൾ ഈ പട്ടികയിൽ വരുന്നില്ല. അന്യായ പലിശ, അന്യായ പലിശയെ സംബന്ധിച്ചിട്ട് ചർച്ചയില്ല. കാരണം മിതമായ പലിശ വാങ്ങുന്നതിൽ തെറ്റില്ല എന്ന് പറയുമ്പോൾ ബാങ്കിന്റെ റേറ്റ് ആണ് മിതമായ പലിശയായി സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. അതിന്റെ താഴേക്കും മുകളിലേക്കുള്ളതൊക്കെ, അതിന്റെ മുകളിലേക്കുള്ളതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, കർത്താവെ അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കുമെന്ന സങ്കീർത്തനം, 15-ാം സങ്കീർത്തനം ഇങ്ങനെയാ പറയുന്നത്, 5-ാം വാക്യം: കടത്തിന് പലിശ ഈടാക്കിയ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ, ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും, കർത്താവിന്റെ കൂടാരത്തിൽ വാസം ഉറപ്പിക്കും. അപ്പോ നമുക്ക് പലിശ വാങ്ങിക്കൊള്ളണം എന്നില്ല. പലിശ വാങ്ങുന്നത്, ബാങ്ക് പലിശ വാങ്ങുന്നത് നീതിയുടെ വ്യവസ്ഥയിൽ തെറ്റല്ല. പക്ഷെ സ്നേഹത്തിന്റെയും
ക്രൈസ്തവ പൂർണ്ണതയുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് വല്ല പണം ഉണ്ടെങ്കിൽ അത് ബാങ്കിലിടുക. ഇനി അല്ല, ഇയാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് ന്യായമായ പലിശ പോലും വാങ്ങാതിരിക്കുന്നതിലാണ് ക്രൈസ്തവ പൂർണ്ണത അതിന്റെ തികവിൽ പ്രകടമാകുന്നത് എന്നേ പറയേണ്ടു. ഇനി അന്യായത്തിലെ സഹകരണം എന്നതാണ് അടുത്തത്. ഇതൊരു വളരെ നീണ്ട ഒരു വിഷയമായതുകൊണ്ട് വളരെ പെട്ടെന്ന് പോവുകയാണ്, എന്നാലും കുറച്ച് സമയം എടുക്കുകയാണ്, ക്ഷമിക്കണം. ഈ അന്യായമായ ഒരു കാര്യങ്ങളിൽ സഹകരിക്കുമ്പോൾ അതിന് അന്യായത്തിൽ സഹകരിച്ചത് തെറ്റായി വരുന്നു. പൂർണ്ണ അറിവോടും സമ്മതത്തോടും കൂടെ മറ്റുള്ളവരുടെ അന്യായങ്ങളിൽ പങ്കുചേരുന്നത് ഗുരുതരമായ തെറ്റാണ്. അതെങ്ങനെയൊക്കെയാണ് പങ്കാളിത്തത്തിന്റെ തോതനുസരിച്ച് തെറ്റിന് പരിഹാരം ചെയ്യേണ്ടതെന്നും അതിനുള്ള കടമയുള്ളത് എന്ന് നമ്മൾ നോക്കുകയാണ്. അന്യായത്തിലെ സഹകരണം എന്ന് പറയുന്നത് ഒന്ന്, കൽപ്പന കൊടുക്കുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ഒരുമിച്ച് ലഭിച്ചിരിക്കുന്ന PDF-നകത്ത് വളരെ വിശദമായിട്ടുണ്ട്. ഞാൻ അതിന്റെ തലക്കെട്ട് മാത്രമാണ് എടുക്കുന്നത്. ഒന്ന്, ഒരു അന്യായം, ഇപ്പൊ ഒരു കളവാണെന്നിരിക്കട്ടെ, ആ കളവ് ചെന്ന് ചെയ്യേ, അവിടെ ചെന്നിട്ട് ആ വീട് കുത്തി തുറന്നിട്ട് അതിനകത്തുനിന്ന് ഇത്രയും ആഭരണം എടുത്തോണ്ട് പോവാ, അതിനകത്ത് ആഭരണം ഉണ്ട്, അത് എടുത്തോണ്ട് പോവാ എന്ന് കൽപ്പന കൊടുക്കുന്നത് അന്യായത്തിലെ സഹകരണമാണ്. ഇയാള് കക്കാനൊന്നും പോയിട്ടില്ല, വീട്ടിൽ തന്നെ ഇരിക്കുകയത്, പക്ഷെ അയാൾ ആ കട്ടതിന് തുല്യം. വീണ്ടും ഉപദേശം, അവിടെ അങ്ങനെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, നീ പോയിട്ട് വേണമെങ്കിൽ അത് എടുത്തോ എന്ന് പറയുന്ന ഉപദേശവും കൃത്യമായി പറഞ്ഞാൽ ആ കട്ടതിന് തുല്യമാണ്. മൂന്നാമത്തേത് സമ്മതമാണ്. ആ വീട്ടിൽ ആരുമില്ല, ഞാനത് നോക്കുന്നത്, ഒരു കാര്യമുണ്ട്, ഞാൻ ഇന്ന് അങ്ങോട്ട് വരുന്നില്ല, നീ അത് എടുത്തോ എന്ന് പറയുന്നതും അതേ കളവ് തന്നെ. ഉപദേശം കൊടുത്തിട്ടില്ല, പക്ഷെ സമ്മതം കൊടുത്തു ഭവനഭേദനത്തിന്. നാലാമത്തേത് മുഖസ്തുതി എന്ന് പറയുന്നത് അന്യായത്തിലെ സഹകരണം. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്ക് ഒരു അവിഹിതമായിട്ട് ഒരു സംഗതി കിട്ടണം, ഓഫീസിൽ ചെന്നിട്ട് എന്റെ സാറേ, സാറല്ലാതെ വേറെ ലോകത്തിൽ ആരും ഇല്ല, ഇത്രയും നല്ല ഇത് സാറില്ല. യഥാർത്ഥത്തിൽ ഇവന് വേണ്ടുന്ന സംഗതികൾക്ക് വേണ്ടി ഇല്ലാത്തതും ഉള്ളതുമായ സംഗതികൾ, ഇല്ലാത്ത സംഗതികൾ പെരുപ്പിച്ച് കാണിച്ചിട്ട് ഒരിക്കലും കിട്ടരുതാത്ത ഒരു സംഗതി ഇവൻ മറ്റൊരാളുടെ ഇത് കൈക്കലാക്കുന്നു. അതൊരു കളവ, അൺജസ്റ്റ് കോപ്പറേഷൻ. അഞ്ചാമത്തേത് അഭയം കൊടുക്കുന്നത്. ഉദാഹരണത്തിന് ഒരാൾ കട്ട മുതലും കൊണ്ട് ഓടിക്കേറി വരിക, ഞാൻ ഈ മുതൽ ഇവിടെ ഒന്ന് സൂക്ഷിച്ചോട്ടെ, ഏതായാലും നീ സൂക്ഷിച്ചോ, കുഴപ്പമൊന്നും. അൺജസ്റ്റ് കോപ്പറേഷൻ ആണത്, അത് കട്ടതിന് തുല്യമാണ്. ആറാമത്തേത് പങ്കാളിത്തം, ഭാഗഭാഗിത്വം കൊടുക്കുന്നത്. അതായത് കാക്കാൻ വേണ്ടി കൂടെ പോയി പിന്നെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി റോട്ടിൽ നിന്നു, കട്ടിട്ടൊന്നുമില്ല, റോട്ടിൽ നിന്നു, റോട്ടിൽ ഒരു ചെറിയൊരു വിസിലും കൊണ്ട് നിന്നു, ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ചൂള ഓടിക്കാം, ദൈവം സഹായിച്ച് എന്ന് വേണമെങ്കിൽ പറയാമോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും നിർഭാഗ്യവശാൽ ആരും വന്നില്ല. ഉടനെ തന്നെ ഞാനിങ്ങനെ വന്നിട്ട് അതിന്റെ മുതലെടുക്കുന്നത് ഞാൻ കട്ടതൊന്നും അല്ലല്ലോ, ഞാനിപ്പോ എന്നതിനാ ബേജാറാകുന്നത് എന്ന് വിചാരിക്കേണ്ട, നീ നമ്മൾ തന്നെയാ കേട്ടത്. അടുത്തത് പാസീവ് കോപ്പറേഷൻ. അതായത് നടക്കാൻ പോകുന്ന അന്യായത്തെ കുറിച്ച് അറിവ് കിട്ടിയ ആൾ അത് ഉത്തരവാദിത്തപ്പെട്ടവരോട് പറയാതെ മറച്ചു വെച്ചാൽ അത് സഹകരണമാണ്. നാളെ രാത്രി എന്റെ വീട്ടിൽ ഒരു കൊള്ള നടക്കും എന്നുള്ളത് എന്റെ അയലോക്കംകാരൻ അറിയാം, മിണ്ടിയില്ല, നടക്കട്ടെ എന്ന് വെച്ചു. അല്ലെങ്കിൽ അത് അയാളുടെ കാര്യമില്ലെന്ന് വെച്ചു. പോലീസുകാരനോടും പറഞ്ഞില്ല, സുരക്ഷാ ഉദ്യോഗസ്ഥനോടും പറഞ്ഞില്ല, എങ്കിൽ അയാൾക്ക് അതിൽ പങ്കുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് അത് എപ്രകാരമാണ്? ഹെസക്കിയേൽ പ്രവചനങ്ങളിലെ 3:20, നീതിമാൻ തന്റെ നീതി വെടിഞ്ഞ് തിന്മ പ്രവർത്തിച്ചാൽ അവൻ വീഴാൻ ഞാൻ ഇടയാക്കും. നീ അവനെ ശാസിക്കാതിരുന്നാൽ അവന്റെ പാപം നിമിത്തം മരിക്കും. അവന്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാകും. ഞാൻ പറയേണ്ടുന്ന കാര്യം, ഞാൻ റിപ്പോർട്ട് ചെയ്യേണ്ടുന്ന കാര്യം, ഞാൻ തടയേണ്ടുന്ന കാര്യം ഞാൻ തടയണം. കുറ്റകരമായ അനാസ്ഥ അത് ആ കുറ്റകൃത്യം ചെയ്തതിന് തുല്യമാണ്. അനാസ്ഥ കുറ്റകൃത്യം ചെയ്തതിന് തുല്യമാണ്. വാക്കാലും പ്രവർത്തിയാലും ചിന്തയാലും ഉപേക്ഷയാലും ഞാൻ പാപം ചെയ്തു എന്നതിലെ ഉപേക്ഷ കൊണ്ടുള്ള പാപമാണ് അനാസ്ഥ. നമുക്ക് പ്രാർത്ഥിക്കാം. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമായ പരിശുദ്ധ മറിയം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ സാമ്പത്തിക മേഖലകളിലെ നീതി നിർവഹണം ഏറ്റവും നന്നായി നടത്താൻ കർത്താവിന്റെ ദാസിയായ പരിശുദ്ധ മറിയം നമ്മളെ അനുഗ്രഹിക്കട്ടെ, അവിടുത്തെ മധ്യസ്ഥത്താൽ അനുഗ്രഹിക്കട്ടെ എന്ന് യാചിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.